സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മീനിങ് ഓഫ് ആൻ ഇഡിയം ഈസ് യൂഷ്വലി ഡാഷ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ് ഇൻ ഇറ്റ്. Meaning of an idiom is usually dash the meaning of the words in it. Same as, different from, the sum of, just the opposite of. 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ. അതായത് ഇതിൽ പറയുന്നത് ഒരു വേർഡ് ഇഡിയത്തിന്റെ മീനിങ്, ഒരു ഇഡിയമിന്റെ മീനിങ് അതിന്റെ ഇൻഡിവിജ്വൽ വേർഡ്സിന്റെ സെയിം ആയിരിക്കുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുമോ, അല്ല അതിന്റെ ഒരു ഗ്രാൻഡ് ടോട്ടൽ ആയിരിക്കുമോ, ഓർ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഒരു ഇഡിയം എന്ന് വെച്ചാൽ, ഇഡിയം എന്നുള്ളൊരു ടേം നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ഇഡിയംസ് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും വാട്ട് ഈസ് ആൻ ഇഡിയം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ നിങ്ങൾ ആ ടേം കേട്ടിട്ടില്ലെങ്കിലും ഈവൻ കുറച്ച് വേർഡ്സ് നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇഡിയംസ് നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. ഇഡിയംസ് എന്ന് വെച്ചാൽ എ സെറ്റ് ഓഫ് വേർഡ്സ്. ഓക്കെ, സെറ്റ് ഓഫ് വേർഡ്സ്, ഇറ്റ്സ് ഇൻഡിവിജ്വൽ വേർഡ് മീനിങ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ മീനിങ് ഇറ്റ് ഗിവൺ. ഇത് തരുന്ന വേർഡ്, ഇത് ഒരു ഇഡിയത്തിന്റെ മീനിങ് അതിന്റെ ഇൻഡിവിജ്വൽ മീനിങ്ങിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഇഡിയം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് വേർഡ്. നമ്മൾ പറയാറില്ലേ ഫ്രേസ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു ഫ്രേസ് ആണ്, ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ആണ്, നോട്ട് എ കംപ്ലീറ്റ് സെന്റൻസ്. അല്ലെങ്കിൽ എന്താ, ഒരു സെറ്റ് ഓഫ് വേർഡ്സ് മാത്രമാണ്, പക്ഷെ അതിന്റെ ഇൻഡിവിജ്വൽ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഇഡിയത്തിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് എന്നൊന്നല്ല, ഡിഫറെന്റ് ആയിരിക്കും. ഇഡിയംസ് എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും. ഇപ്പം സമ്മൺ, ഇപ്പം എന്താ പറയാ, ഓക്കെ പറയാണ് സമ്മൺ കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറയും. സമ്മൺ കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറയും. അപ്പൊ കിക്ക്ഡ് ദ ബക്കറ്റ്, ഓക്കെ, അത് ഒരു ഇഡിയമാണ്. സമ്മൺ കിക്ക്ഡ് ദ ബക്കറ്റ് എന്നുള്ളത് ഇഡിയമാണ്. അപ്പൊ വിചാരിക്കുക ഇതിന്റെ മീനിങ് എന്താന്നുള്ളതാണ് പറയുന്നത്. കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കിക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ എന്താ വിചാരിക്കുക, ആ ഒരു ഇൻഡിവിജ്വൽ വേർഡ് മീനിങ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഒരു സെന്റൻസ് പോലെ നമ്മൾ അതിന്റെ അർത്ഥം നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കിക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ ചവിട്ട് തൊഴിക്കുക എന്നൊക്കെ പറയും അല്ലെ. ദ ബക്കറ്റ് എന്ന് വെച്ചാൽ എന്താ, ബക്കറ്റ് തൊഴിച്ച് താഴോട്ട് ഇട്ട് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കും. ബട്ട് ആക്ച്വലി സമൺ കിക്ക്ഡ് ദ ബക്കറ്റ് എന്നുള്ള ഇഡിയമിന്റെ മീനിങ് എന്ന് പറയുന്നത് സമൺ പാസ്ഡ് അവേ എന്നുള്ളതാണ്. ഓക്കെ, ഒരാൾ മരിച്ചു എന്നുള്ളതിനെ നമ്മൾ ഇൻഡയറക്ട്ലി പറയുന്നതാണ് സമൺ കിക്ക്ഡ് ദ ബക്കറ്റ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇപ്പം നിങ്ങൾ ഒരു എക്സാമിന് പോവാണ്. ഓക്കെ, ഈവൻ നിങ്ങളിപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം നിങ്ങൾക്ക് എക്സാം വരാറായി, ഇനി കുറച്ച് നാൾ മാത്രമേ ടൈമുള്ളൂ. അപ്പൊ നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ് ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ വിചാരിക്കുക, ആരുടെങ്കിലും കാല് ബ്രേക്ക് ചെയ്യാനാണോ? ഒരു വടി എടുത്ത് കൊണ്ടിട്ട് ആരുടെയും കാല് തച്ചുപിടിക്കാനാണോ പറയുന്നത്? അല്ല. ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ്സ് ആൻ ഇഡിയം. അതിന്റെ മീനിങ് എന്താ, ഓൾ ദ ബെസ്റ്റ് ആണ്, വിഷിംഗ് ഗുഡ് ലക്ക് ടു സമ്മൺ. അതിനെയാണ് നമ്മൾ ബ്രേക്ക് എ ലെഗ് എന്ന് പറയാം. കുറച്ചും കൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ടേസ്റ്റ്, ഇപ്പം ഒരു മൂവി ലവറിന്റെ നിലയിൽ എനിക്കിഷ്ടം കൂടുതലായിട്ടും ഒരു റൊമാൻറ്റിക് മൂവിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് കോമഡി ആണെന്ന് വിചാരിക്കുക. ആ ഒരു ജാനറിൽ പെട്ട മൂവീസ് ആണ് ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പം നിങ്ങളിപ്പോ എന്നോട് പറയാണ് ഓക്കെ നമുക്കൊരു ത്രില്ലർ കാണാൻ പോവാം എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കാണിക്കാൻ ഞാൻ എന്ത് പറയണം, ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയും. അതായത് അത് എന്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറയുമ്പോൾ എന്താ, അതെന്റെ ചായ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, എന്റെ ടേസ്റ്റ് അങ്ങനല്ല, അല്ലെങ്കിൽ ആ ഒരു ജാനർ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ പറയാ, വേറൊരു രീതിയിലേക്ക് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ടാസ്ക് നമ്മൾ കാണാണ്, ഇത് ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ പറയില്ലേ, കുറച്ചൊരു ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ ചിലവരിങ്ങനെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് പറയും നോ ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയും. ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയും. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മീൻസ് ഇറ്റ്സ് ആൻ ഈസി ടാസ്ക് എന്ന രീതിയിലാണ് അങ്ങനെ പറയുക. അതാണ് മീനിങ് എന്ന് പറയുന്നത്. ഇഡിയമിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഇഡിയംസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. അതിന്റെ ഇൻഡിവിജ്വൽ വേർഡ് മീനിങ്സ് ആർ ഡിഫറെന്റ് ഫ്രം ദ ഇറ്റ്സ് ആക്ച്വൽ മീനിങ്. അല്ലെങ്കിൽ അത് തരുന്ന മീനിങ് വരും, അതിന്റെ ഒരു ഇഡിയത്തിന്റെ മീനിങ് അതിന്റെ ഇൻഡിവിജ്വൽ വേർഡ് മീനിങ്സ് ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ് വാട്ട്സ് ആൻ ഇഡിയം എന്ന് ചോദിച്ചാൽ പറയേണ്ടത്. ഓക്കെ, മീനിങ് ഓഫ് ആൻ ഇഡിയം ഈസ് യൂഷ്വലി
ഡിഫറെന്റ് ഫ്രം ദ മീനിങ് ഓഫ് ദ വേർഡ്സ് ഇൻ ഇറ്റ്. അതിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ്ങിൽ നിന്നും വ്യത്യാസമായിരിക്കും ഇഡിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് തന്നേ ഉള്ളൂ. ഒരുപാട് ഇഡിയംസ് ഉണ്ട് കേട്ടോ. വൺസിനെ റയർ മൂണൊക്കെ നിങ്ങൾ ചിലപ്പോൾ വൺസിനെ ബ്ലൂ മൂൺ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും, എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവായിരിക്കും. അപ്പോൾ കുറച്ച് ഇഡിയംസ് ഒക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും ഒരു ഇഡിയം ചോദിച്ചിട്ട് അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് കുറേയൊക്കെ നമുക്ക് ലോജിക്കലി ചിന്തിച്ചൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്, എന്നാലും അത് ശ്രദ്ധിക്കുക. Can go to the next question. Dash is a process by which a speech sound become identical to a neighboring sound. ഇത് നമ്മൾ ഓൾറെഡി ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും വേറൊരു രീതിയിൽ വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കൂടെ പോയിട്ടുണ്ടായിരുന്നു. Dash is the process by which a speech sound becomes identical to a neighboring sound. Options: assimilation, omission, elision, pronunciation. പ്രൊനൗൺസിയേഷൻ വെച്ചാൽ എന്താണെന്ന് അറിയാം അല്ലെ? ഒരു വേർഡിനെ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് പറയുക. ഒമിഷൻ ആൻഡ് എലിഷൻ എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാണ്. ചില സൗണ്ട്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒമിഷൻ അല്ലെങ്കിൽ എലിഷൻ എന്നൊക്കെ പറയാം. അസിമിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് എ സ്പീച്ച് സൗണ്ട് ബിക്കംസ് സിമിലർ ഓർ ഐഡന്റിക്കൽ ടു എ നെയ്ബറിംഗ് സൗണ്ട്. ഓക്കെ, ദ പ്രോസസ് ബൈ വിച്ച് എ സ്പീച്ച് സൗണ്ട് ബിക്കംസ് സിമിലർ ഓർ ഐഡന്റിക്കൽ. അതിലെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്പീച്ച് സൗണ്ട് അതിന് വേറൊരു തൊട്ടടുത്തുള്ള ഒരു സൗണ്ടുമായിട്ട് ഐഡന്റിക്കൽ ആകുമ്പോൾ അല്ലെങ്കിൽ സിമിലർ ആകുന്നതിനെ നമ്മൾ പൊതുവെ അസിമിലേഷൻ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസിമിലേഷൻ ഇറ്റ്സ് എ കോമൺ ഫോണോളജിക്കൽ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് എ സൗണ്ട് ചേഞ്ചിങ് ടു ബിക്കം മോർ ലൈക്ലി സറൗണ്ടിങ് സൗണ്ട്. ഒരു സൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് അതുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള മറ്റൊരു സൗണ്ട് ആവുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാം, ഹാൻഡ് ബാഗ് എന്നുള്ളൊരു വേർഡ്. ഓക്കെ, ഹാൻഡ് ബാഗ് എന്നുള്ളൊരു വേർഡ് അത് നമ്മൾ പെട്ടെന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ് ബാഗ് എന്നുള്ളത് HAM എന്നുള്ള രീതിയിൽ. ഓക്കെ, ഹാൻഡ് ബാഗ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ വാട്ട് ഈസ് എന്ന് പറയുന്നത് നമുക്ക് വാട്ട്സ് എന്നുള്ള രീതിയിൽ ഒറ്റയടിക്ക് വാട്ട്സ് എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസിമിലേഷൻ എന്ന് പറയുക. അസിമിലേഷൻ ഹാപ്പൻസ് വെൻ എ സൗണ്ട് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നിയർ ബൈ സൗണ്ട്. ഓക്കെ, ടു കോസിങ് ഇറ്റ് ചേഞ്ച് ഇൻ സം വേ. ഓക്കെ, ചില സമയത്ത് നമ്മുടെ വോയിസ് പറയുന്ന സമയത്ത് ഈ ഒരു വേർഡ് ചിലപ്പോൾ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്നുള്ളത് കൊണ്ട് പറയുന്നുണ്ടാവുക. ഓക്കെ, അതിൽ പറഞ്ഞു ഹാൻഡ് ബാഗ് എന്നുള്ളത്, അതിൽ ആ N എന്നുള്ള സൗണ്ട്. ഓക്കെ, N എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യും? ഇറ്റ് ബിക്കംസ് ആൻ M. എന്തുകൊണ്ടാ? കാരണം ആ ഒരു അതിനുശേഷം വരുന്ന N ശേഷം വരുന്ന ഹാൻഡ് ബാഗ് അല്ലെ. അപ്പൊ ഹാൻഡ് എന്നുള്ള നമ്മൾ D അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നില്ലല്ലോ. ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് ഹാൻഡ് ബാഗ് എന്ന് പറയാറില്ലല്ലോ. അപ്പൊ D നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. അപ്പൊ N ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? B എന്നുള്ള ലെറ്ററാണ് നമ്മൾ അതിനുശേഷം യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ബാഗ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ N ശേഷം എന്തുണ്ട്? B എന്നുള്ള ഒരു സൗണ്ടിന്റെ ഇൻഫ്ലുവൻസ് കാരണം എന്ത് ചെയ്യും? ഈ ഒരു N-നെ നമ്മൾ M എന്നുള്ള രീതിയിൽ പ്രൊനൗൺസ് ചെയ്യും. അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. We can go to the third question. Dash is a style that depicts the real world as having an undercurrent of or fantasy. Okay. Dash is a style that depicts the real world as having an undercurrent of fantasy. ഒരു റിയൽ വേൾഡ് സെറ്റിംഗ് തന്നെയായിരിക്കും. ആലോചിക്കുക, ഒരു റിയൽ വേൾഡ് സെറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡെപിക്റ്റ് ചെയ്യുന്നത്, അത് പിക്ചറൈസ് ചെയ്യുന്നത് ഒരു റിയൽ വേൾഡ് ആയിരിക്കാം, പക്ഷെ അതിനെന്തോ ഒരു ഫാന്റസി ഉള്ള പോലെ, എന്തെങ്കിലും ഒരു അണ്ടർ കറന്റ് ഉള്ള പോലെ, ഒരു ഫാന്റസി എലമെന്റും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നോവൽസിനെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ജാനറിന് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ അറിയാതെ 4 ഓപ്ഷൻസ് ഉണ്ട്. ക്രൈം, മാജിക്കൽ റിയലിസം ഓർ മാജിക് റിയലിസം, റൊമാൻസ്, ത്രില്ലർ. ഒരു റിയൽ വേൾഡ് സെറ്റിങ്ങിൽ ഫാന്റസി വരണമെങ്കിൽ ക്രൈമും ത്രില്ലറും അല്ല എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ കുറച്ചും കൂടെ ഫാന്റസീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന എവിടെയാണ്? റൊമാൻസിലാണ്. പക്ഷെ റൊമാൻസ് ആയാലും ഫുള്ള് ഒരു ഫാന്റസി എന്നുള്ള രീതിയിലല്ല വരിക. ഓക്കെ, ഒരു റിയൽ വേൾഡ് സെറ്റിങ്ങിൽ ഫാന്റസി എലമെന്റ് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിനെ കൂടുതൽ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് മാജിക് റിയലിസം ഓർ മാജിക്കൽ റിയലിസം എന്നുള്ളത്. മാജിക്കൽ റിയലിസം എന്നുള്ളൊരു ടേം. ഓക്കെ, magical realism is a style that depicts the real world as having an undercurrent of fantasy.
ഓക്കെ, മാജിക്കൽ റിയലിസം ആണ് ശരിക്കും ഒരു ഫാന്റസി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ക്യാരക്ടേഴ്സിനെ ആയിട്ട് സിറ്റുവേഷൻസ് കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫാന്റസി എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഏതില് മാജിക് റിയലിസം യൂസ് ചെയ്യുമ്പോൾ. മാജിക് റിയലിസം എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരാളാണ്, ഐ ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് ദാറ്റ് പേഴ്സൺ ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. ഏതായിരുന്നു ആ പേഴ്സൺ? റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡീസ് ബാക്കോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ആരായിരിക്കും ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്? മാജിക് റിയലിസം എന്നുള്ളൊരു ടേം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. സൽമാൻ റുഷ്ദിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സൽമാൻ റുഷ്ദിയാണ് ഈ ഒരു ഫാന്റസി എന്നുള്ളൊരു എലമെന്റ് യൂസ് ചെയ്തിട്ട് റിയലില് ഫാന്റസി മിക്സ് ചെയ്തിട്ടുള്ള വർക്ക്സ് എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഒരുപാട് ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു മിഡ് നൈറ്റില് 12 o'clock ജനിച്ച കുറച്ച് കുട്ടികളുടെ കഥയാണ് പറയുന്നത്. 15 കുട്ടികളുടെ കഥയാണ് പറയുന്നത്. അപ്പൊ ആ 15 കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ജനിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോറി പോകുന്നത്. ആ സ്റ്റോറിയുടെ ഒരു ബേസ് അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒന്ന് അതിന്റെ സമ്മറിയെങ്കിലും നോക്കി പോയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു കുട്ടികൾക്കൊക്കെ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള രീതിയിലാണ് പറയുന്നത്. ആ സമയത്ത് ജനിച്ച കുട്ടികൾക്കൊക്കെ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കെ അത് അവരെങ്ങനെയൊക്കെ ഇതാകുന്നു. അപ്പൊ നമ്മൾ പിന്നെ ഒന്നും കൂടെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അതായത് ഇറ്റ്സ് ജസ്റ്റ് എ ഫാന്റസി. പക്ഷെ അതിലെ ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റിയൽ വേൾഡ് സെറ്റിംഗ് ആണ്. നമുക്കിപ്പോ മലയാളം മൂവീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മിന്നൽ മുരളി എന്നുള്ളൊരു മൂവി അറിയാം. അത് ശരിക്കും റിയൽ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊരു റിയൽ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യം പോലെ അവർ അവതരിപ്പിച്ചിട്ടില്ല, ഒരു ഫാന്റസി പോലും. മാത്രമല്ല അതിൽ കൊടുത്തിരിക്കുന്ന ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ റിയൽ വേൾഡ് സെറ്റിംഗ് ആണ് അല്ലെ. അതിനെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്നുള്ളൊരു ടേമും കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, കുറച്ചും കൂടി ഒരു ഫാന്റസി എലമെന്റ്സ് കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് മാജിക്കൽ റിയലിസത്തിൽ വരുന്നുണ്ടാവുക. We can go to the next question. Dash is not a manner of articulation used for describing consonants. Dash is not a manner of articulation used for describing consonants. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൊതുവെ പറയാറുണ്ട് ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഫെനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം കോൺസണൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന 26 കോൺസണൻസ് എന്നുള്ളത് ഫോണീംസിലേക്ക് വരുമ്പോൾ സൗണ്ട്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ 44 സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, 44 സൗണ്ട്സ് ഉണ്ട്. അതിൽ 24 എന്താണ്? കോൺസണൻസ് ആണ്. 24 കോൺസണന്റ് സൗണ്ട്സും വവൽ സൗണ്ട്സ് 20 ആണ് ഉള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പൊ 24 കോൺസണന്റ് സൗണ്ട്സ് ഉണ്ട്. ഈ കോൺസണന്റ് സൗണ്ട്സിന് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ മാനർ ഓഫ് ആർട്ടിക്കുലേഷന്റെ പേരില്, അതേപോലെ തന്നെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, ഏത് വായല് ഏത് പ്ലേസിൽ വെച്ചിട്ടാണ് ഇതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ പല രീതിയിൽ. ഇപ്പൊ വവൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലിപ്പ് റൗണ്ട് ചെയ്തിട്ടാണോ അതോ ലിപ്പ് തുറന്നിട്ടാണോ, നാവിനും നമ്മുടെ മുകളിൽ നമ്മുടെ വായയുടെ മുകളിലെ ഭാഗത്തുള്ള സ്പേസ് ഉണ്ട് അല്ലെ, ഒരു റൂഫ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്, അതും നാവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വവൽ സൗണ്ട്സിനെയും കോൺസണന്റ് സൗണ്ട്സിനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ യൂസ് ചെയ്യുന്നതിന്റെ പേരിൽ വവൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് അഫ്രിക്കേറ്റ്സ്, ഫ്രിക്കേറ്റ്സ്, നെയ്സൽ സൗണ്ട്സ്, ഗ്ലോട്ടൽ സൗണ്ട്സ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് മാനർ ഓഫ് ആർട്ടിക്കുലേഷന്റെ പേരിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നോക്കുക, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ നമ്മൾ ഏത് രീതിയിലാണോ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഓരോ കോൺസണന്റ് സൗണ്ട്സിനെയും പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇതിനെ കുറച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അക്കോർഡിംഗ് ടു ദ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ഇംഗ്ലീഷ് കോൺസണന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു ഏതൊക്കെയാണ്? പ്ലോസീവ്സ്, ഓക്കെ, പ്ലോസീവ്സ്, ഫ്രിക്കേറ്റീവ്സ്, ഓക്കെ, പ്ലോസീവ്സ്, ഫ്രിക്കേറ്റീവ്സ്, ആഫ്രിക്കേറ്റ്സ്, ഓക്കെ, ആഫ്രിക്കേറ്റ്സ്, നെയ്സൽസ്, അപ്രോക്സിമൻസ്. ഓക്കെ, പ്ലോസീവ്സ്, ഫ്രിക്കേറ്റീവ്സ്, ആഫ്രിക്കേറ്റ്സ്,
നേസൽസ് ആൻഡ് അപ്രോക്സിമെന്റ്സ് എന്ന് വെച്ചിട്ട് മാനർ ഓഫ് ആർട്ടിക്കുലേഷന്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രൊസീഡ്സിനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വായി അടച്ചു വെച്ചിട്ട് ലിപ്പ് തമ്മിൽ അടച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്. പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ലിപ്പ് അടഞ്ഞിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു ശക്തമായിട്ടുള്ള ഒരു എയർ റിലീസ് ഉണ്ടാവുകയാണ്. നമുക്കിപ്പം പ് ഭ എന്നുള്ള സൗണ്ട്സ് അല്ലെ, ABCD വരുമ്പോൾ LMNO P, O കഴിഞ്ഞിട്ട് വരുന്ന P എന്നുള്ള സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ A കഴിഞ്ഞിട്ട് വരുന്ന B എന്നുള്ള സൗണ്ട്, അത് നമ്മൾ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കിയേ. പ് ബ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൗത്ത് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ട് നമ്മൾ ഒരു എക്സ്പ്ലോഷൻ പോലെയാണ് നമ്മുടെ ആ ഒരു സൗണ്ട്സ് വരുന്നത്, ഭ എന്നുള്ള സൗണ്ട്സ് വരുന്നത്. അതൊക്കെ മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ പ്ലൊസീവ്സ് എന്നുള്ളത് വരികയാണ്. പ്ലൊസീവ്സിലാണ് നമ്മുടെ എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ എയർ ബ്ലോക്ക് ആയിട്ട് പിന്നീട് റിലീസ് ആവാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്രിക്കേറ്റീവ്സ് എന്ന് എടുക്കുന്ന സമയത്ത് എന്താ പറയാ, എയർ പാസ് ചെയ്യാനുള്ള ഒരു നാരോ സ്പേസ് മാത്രമാണ് നമ്മുടെ വായിലുള്ളത്. നമ്മൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു നാരോ സ്പേസിലേക്ക് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ട് പുറത്തേക്ക് വരുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ അഫ്രിക്കേറ്റ്സ് എന്ന് പറയുന്ന സമയത്ത്, അഫ്രിക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജ് എന്ന് പറയുന്നത്, അവിടെ എന്താ വരുന്നത്, ഒരു എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലൊസീവ് തന്നെയാണ്. നമ്മൾ പ്ലൊസീവ്സിൽ കണ്ടല്ലേ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിട്ട് സഡൻ റിലീസ് എന്നുള്ളത്. ഈ അഫ്രിക്കേറ്റ്സ് എന്തായാലും ഒരു പ്ലൊസീവ് തന്നെ, ഒരു ക്ലോസ് തന്നെയാണ് വരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു വൈബ്രേഷനോട് കൂടിയിട്ടുള്ളൊരു സൗണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. നേസൽ സൗണ്ട്സ് നമുക്ക് അറിയാം, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് തിരിയും. അപ്പം എന്നുള്ള സൗണ്ട്സ് നമ്മൾ സംസാരിക്കാതെ മൂക്കിലേക്ക് കൂടി പറയാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്രോക്സിമൻസിന് എക്സാമ്പിൾ ആണ് എന്നുള്ളൊരു വേർഡ്, അല്ലെങ്കിൽ എന്നുള്ളത്, എന്നൊക്കെയുള്ള വേർഡ്സ്, അതാണ് അപ്രോക്സിമൻസിന് എക്സാമ്പിൾ. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, എയർ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, കട്ടാവുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്ലൈറ്റ് ആയിട്ട് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുമുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, അപ്രോക്സിമൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു സൗണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഏതായിരുന്നു, ഗ്ലോട്ടൽ എന്നുള്ള ഈ ഒരു ഭാഗം അല്ലെ, ഗ്ലോട്ടൽ എന്നുള്ള ഈ ഒരു സൗണ്ടിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് മാനർ ഓഫ് ആർട്ടിക്കുലേഷന്റെ പേരിലാണ് വവൽസിനെ കോൺസണൻസിനെ പ്ലൊസീവ്സ്, ഫ്രിക്കേറ്റീവ്സ്, അഫ്രിക്കേറ്റ്സ്, നേസൽസ് ആൻഡ് അപ്രോക്സിമൻസ് എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, ഏത് ഭാഗത്ത് വെച്ചാണ് ഇതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോൺസണൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അതിനാണ് പറയാ ബൈ ലേബിയൽ, ലേബിയോ ഡെന്റൽ, ഡെന്റൽ, ആൽവിയോളാർ, പാലറ്റോ ആൽവിയോളാർ, പാലറ്റൽ, വീലാർ, ഗ്ലോട്ടൽ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ബൈലേബിയൽ, ലേബിയൽ എന്നുള്ളൊരു വേർഡ് റിലേറ്റഡ് ടു ലിപ്സ് ആണ്, നമ്മുടെ ലിപ്സ് ആയിട്ട് റിലേറ്റഡ്. ബൈലേബിയൽ എന്ന് വെച്ചാൽ എന്താ, രണ്ട് ലിപ്സും കൂടിയത്, രണ്ട് ലിപ്സും കൂടിയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട്സ്, എന്നൊക്കെ പറയുന്ന വേർഡ്സ്. അല്ലെങ്കിൽ ലേബിയോ ഡെന്റൽ, ലേബിയൽ എന്ന് പറഞ്ഞാൽ അല്ലെ ലിപ്സ് റിലേറ്റ് ചെയ്താണ്. ഡെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, പല്ലുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ലേബിയോ ഡെന്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാവും പല്ലും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു, നാവല്ല ചുണ്ടും പല്ലും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സൗണ്ട്. ഡെന്റൽ സൗണ്ട് ആണെങ്കിലോ, ഡെന്റൽ സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ അറ്റം, ഫ്രണ്ട് ഓഫ് ദ ടങ് എന്താ പറയാ, നാവിന്റെ അറ്റം എവിടെ തട്ടണം, ടീത്ത് റിഡ്ജ് ഉണ്ട്, നമ്മുടെ പല്ലിന്റെ തൊട്ട് സൈഡിലുള്ള ഭാഗമില്ലേ, അവിടെ വന്ന് കൊള്ളുന്നതാണ് എന്ത് പറയാ, അല്ലെങ്കിൽ ടീത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മള് ഓക്കെ ആ ഒരു രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് ഗ്ലോട്ടൽ സൗണ്ട് എന്ന് പറയുന്നത്. ഗ്ലോട്ടൽ സൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനുള്ള എക്സാമ്പിൾ, ഓക്കെ ഗ്ലോട്ടൽ സൗണ്ടിന് എക്സാമ്പിൾ ചോദിക്കാൻ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ഒറ്റ സൗണ്ടേ ഗ്ലോട്ടൽ സൗണ്ട് ഉള്ളൂ, അത് എച്ച് എന്നുള്ള സൗണ്ട്, ഹ് എന്നുള്ള സൗണ്ടാണ്. എച്ച് എന്നുള്ള ഹ് എന്നുള്ള സൗണ്ടാണ് ഗ്ലോട്ടൽ സൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എയർ ഫ്ലോ പോകുന്ന സമയത്ത് നമ്മുടെ വിൻഡ് പൈപ്പിന്റെ അടിയിലായിട്ട് നമ്മുടെ കഴുത്തിന്, നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുത്തിന് തൊട്ട് നോക്കുമ്പോൾ കാണാൻ താഴോട്ടൊരു പൈപ്പിന്റെ ഒരു ഷേപ്പിൽ ഒരു സാധനം പോകുന്നുണ്ട് അല്ലെ, നമ്മുടെ ലാരിങ്സ് ഒക്കെ ഉള്ളതിന്റെ താഴെയായിട്ട് വിൻഡ് പൈപ്പ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളതിനെ എന്താ പറയാ, വിൻഡ് പൈപ്പിനെ എന്താ പറയാ, ട്രക്കിയ എന്ന് പറയും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഗ്ലോട്ടിസ് ഉണ്ട്. ഈ ഗ്ലോട്ടിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഗ്ലോട്ടൽ സൗണ്ട് എന്ന് പറയുക. അതാണ് ഹ് എന്നുള്ള സൗണ്ട്. ഓക്കെ, അത് ബേസ് ചെയ്തിരിക്കുന്നത് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷന്റെ ബേസിലാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഗ്ലോട്ടൽ സൗണ്ട് ആണ്. ഗ്ലോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ആണ്. അപ്പൊ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷന്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബൈലേബിയൽ, ലേബിയോ ഡെന്റൽ, ഡെന്റൽ, ആൽവിയോളാർ, പാലറ്റോ ആൽവിയോളാർ, പാലറ്റൽ, വീലാർ, ഗ്ലോട്ടൽ. ഓക്കെ, ഇതാണ്. Can go to the next question.
Dash is a word that pronounced the same but different in meaning. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരേ സൗണ്ടിൽ പ്രൊനൗൺസ് ചെയ്യുക, പക്ഷെ മീനിങ്സ് ഡിഫറെന്റ് ആയിരിക്കും, സ്പെല്ലിങ്സും മേ ബി ഡിഫറെന്റ് ആയിരിക്കാം. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ വേർഡ് ദാറ്റ് പ്രൊനൗൺസ്ഡ് ദ സെയിം, പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം ആയിരിക്കും, ബട്ട് മീനിങ് ഡിഫറെന്റ് ആയിരിക്കും, സ്പെല്ലിംഗ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഏതാണ് അങ്ങനത്തെ വേർഡ്സ് നമ്മൾ എന്താ വിളിക്കുക? പറഞ്ഞു, ഹോമോ എന്നുള്ള വാക്കിന്റെ അർത്ഥം വൺ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സെയിം എന്നുള്ളതാണ്. ഫോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം സൗണ്ട് എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരേ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ എന്താണ്? ഹോമോ ഫോൺ ആണ്, ഹോമോ ഫോൺ ആണ്. ഹോമോ ഫോൺ എന്ന് വെച്ചാൽ എന്താ? സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെന്റ് സ്പെല്ലിങ്, ഡിഫറെന്റ് മീനിങ്. എക്സാമ്പിൾ ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സി എന്നുള്ള വാക്ക് SEAയും സി ആണ്, SWC ആണ് അല്ലെ. രണ്ടും എന്താണ്? സി എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ പ്രൊനൗൺസിയേഷൻ പക്ഷെ സെയിം തന്നെയല്ലേ, സ്പെല്ലിംഗ് മാറ്റം ഉണ്ടെങ്കിലും പ്രൊനൗൺസിയേഷൻ എന്താണ്? സിമിലർ പ്രൊനൗൺസിയേഷൻ തന്നെയാണ്. വണ്ണ് നമ്മൾ പറയും, ONEയും വണ്ണാണ്, WONഉം വണ്ണാണ്. പക്ഷെ അതിന്റെ മീനിങ്സ് എന്താണ്? എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മീനിങ്സ് ആണ് നമുക്കുള്ളത്. അതേപോലെയുള്ള ഒരുപാട് വേർഡ്സ് ഉണ്ട്. നമ്മൾ നോ എന്ന് പറയുന്നത് NOയും നോയാണ്, KNOW എന്നുള്ളതും നോയാണ്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യും, ഡിഫറെന്റ് വേർഡ് മീനിങ്സ് ഉള്ള സൗണ്ട്സ് നമ്മൾ എന്ത് വിളിക്കും? ഹോമോഫോൺസ് എന്ന് വിളിക്കും. ആന്റോണിംസ് എന്ന് വെച്ചാൽ എന്താണ്? വേർഡ്സ് ദാറ്റ് ആർ ഹാവിംഗ് ഓപ്പോസിറ്റ് മീനിങ്സ് ആണ്. സിനോണിംസ്, വേർഡ്സ് ദാറ്റ് ആർ ഹാവിംഗ് ദ സെയിം മീനിങ്. ഹോമോഗ്രാഫ് എന്ന് വെച്ചാൽ സെയിം സ്പെല്ലിങ്, ഗ്രാഫ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എന്നുള്ള അർത്ഥമാണ്. സെയിം സ്പെല്ലിങ്, ഡിഫറെന്റ് മീനിങ്ങും ഡിഫറെന്റ് പ്രൊനൗൺസിയേഷനും ആയിരിക്കും ഹോമോഗ്രാഫ് എന്ന് വെച്ചാൽ. സോ ദ വേർഡ് ദാറ്റ് പ്രൊനൗൺസ് ദ സെയിം ബട്ട് ഡിഫറെന്റ് in meaning is homophone. Okay, next question is very important. He affects metaphysics. Dryden's statement about whom? Okay, he affects metaphysics. ഇത് ഡ്രൈഡൻ, ജോൺ ഡ്രൈഡൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹി അഫക്ട്സ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഇത് ഡ്രൈഡൻ ആരെക്കുറിച്ച് പറഞ്ഞതാണെന്നാണ് ചോദിക്കുന്നത് ചോദ്യം. ഓപ്ഷൻസ്: ജോൺ ഡൺ, ഹെൻറി വോഗൻ, ആൻഡ്രൂ മാർവൽ, TS എലിയറ്റ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിൽ വന്നിരുന്ന ഒരു സെറ്റ് ഓഫ് റൈറ്റേഴ്സ് ആയിരുന്നു. ആര്? മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രൈഡൻ പറയാണ് ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്നാണ് പറയുന്നത്. അത് മെറ്റാഫിസിക്സിന് ഇദ്ദേഹം എന്തൊക്കെയോ അഫക്ട് ചെയ്തിട്ടുണ്ട്, മീൻസ് ആ ഒരു ആനത്തെ ഇദ്ദേഹം നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്, ജോൺ ഡൺ എന്നുള്ള ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ജോൺ ഡൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഡ്രൈഡന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ്, ഇറ്റ് റെഫേഴ്സ് ടു ജോൺ ഡൺസ് പോയട്രി, particularly its intellectual complexity and the use of philosophical concepts. Metaphysical poetry എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു 17th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെയാണ് നമ്മൾ പൊതുവെ മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ സാമുവൽ ജോൺസനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. സാമുവൽ ജോൺസന്റെ ലൈഫ് ഓഫ് ദ എമിനന്റ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എന്നുള്ളൊരു വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആ വർക്കിലാണ് ഇദ്ദേഹം മെറ്റാഫിസിക്കൽ എന്നുള്ളതിൽ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നത്. 17th സെഞ്ചുറിയിലാണ് ഈ ഒരു മെറ്റാഫിസിക്സ് എന്നുള്ളൊരു മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്നുള്ളൊരു ടേം വരുന്നത്. മെറ്റാഫിസിക്കൽ പോയിട്രി എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടേം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെയായിരുന്നു. ഓക്കെ, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്നത്. ഈ മെറ്റാഫിസിക്കൽ പോയിട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് അതിന്റെ പ്രത്യേകത. മെറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അതിനും അപ്പുറം എന്നുള്ള രീതിയിലാണ്. ഫിസിക്സ്, അതായത് ഫിസിക്കൽ വേൾഡിനും അപ്പുറത്തേക്ക് മറ്റൊന്ന്, പക്ഷെ അതെന്തല്ല, സ്പിരിച്വലും അല്ല. ക്ലിയർ അല്ലേ? മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് ദ ഫിസിക്സ്, അല്ലെങ്കിൽ ബിയോണ്ട് ദ ഫിസിക്കൽ വേൾഡ്. പക്ഷെ ഫിസിക്കൽ വേൾഡിനും ബിയോണ്ട് ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് എ സ്പിരിച്വൽ, പക്ഷെ ഇത് സ്പിരിച്വലിനെ അല്ല പറയുന്നത്. ഡ്രൈഡൻ ഇവിടെ ആക്ച്വലി പറഞ്ഞിട്ടുള്ളത് അബൌട്ട് ജോൺ ഡൺ ആണ്. ജോൺ ഡണ്ണിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ജോൺ ഡണ്ണിന്റെ വർക്ക്സിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സിന്റെ വർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യും? അവരവരുടെ വർക്കിൽ കൺസൈറ്റ്സ് യൂസ് ചെയ്യും. കൺസൈറ്റ്സ്, CONCEITS, കൺസൈറ്റ്സ്. അവരുടെ വർക്ക്സിന്റെ മെയിൻ പ്രത്യേകതയാണ് അവരുടെ യൂസിങ് ഓഫ് കൺസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യൂസിങ് ഓഫ് കൺസൈറ്റ്സ് എന്ന് പറയുന്നതാണ്.
ഇപ്പൊ ജോൺ ഡന്റെ വർക്ക്, അല്ലെങ്കിൽ ആൻഡ്രൂ മാർവലിന്റെ വർക്ക്, അല്ലെങ്കിൽ വോഗന്റെ വർക്ക്, ഇവരൊക്കെ മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് ആണ്. അപ്പൊ അവരുടെ വർക്കുകളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഒരു പോം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്സ് അത് നമുക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള കൺസെപ്റ്റ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ജോൺ ഡണ്ണിന്റെ വർക്ക്സ്, ഡൺ ഒരുപാട് മെറ്റാഫിസിക്കൽ പോയട്രീസ് എഴുതിയിട്ടുണ്ട്, കാനണൈസേഷൻ എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വർക്ക്സിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ആൻഡ്രൂ മാർവലിന്റെ വർക്ക് ഉണ്ട്, ടു ഹിസ് കോമിസ്ട്രസ് എന്നുള്ളൊരു വർക്ക് ഉണ്ട്, ടു ഹിസ് കോമിസ്ട്രസ് എന്നുള്ള ആൻഡ്രൂ മാർവലിന്റെ വർക്ക് ഉണ്ട്. അതിലൊക്കെ അവർ പറയുന്നത് അബൌട്ട് ലവ് ഒക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ലവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ. ഓക്കെ, ഒരു നോർമൽ ഭൂമിയിലുള്ള ആളുകൾക്ക് സ്നേഹം പോലെ ഇതെന്തല്ല, ജസ്റ്റ് ഫിസിക്കൽ സുഖത്തിന് വേണ്ടിയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു ലവ് അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താണ്, അവരുടെ ലവ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്പിരിച്വൽ എന്നുള്ള രീതിയിലേക്കാണ്. അവർ ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടില്ല, ഒരു ബോഡിലി റിലേറ്റഡ് ആയിട്ടല്ല സ്നേഹിക്കുന്നത്. ആ ഒരു രീതിയിലൊക്കെയാണ് കാനണൈസേഷനിലൊക്കെ പറയുന്നത്. വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു കാനണൈസേഷൻ എന്നൊരു ടേം നിങ്ങൾ കേട്ടോ. അവർ കാനണൈസേഷൻ അവരെന്ത് ചെയ്യണം, ഒരു വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്, ഒരു സ്പിരിച്വൽ രീതിയിലേക്ക് അവർ എത്തിക്കുകയാണ് ആ ഒരു ടേമിനെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ കൺസെപ്റ്റ്സ്, ഓക്കെ, അതിപ്പോ എങ്ങനെയാ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിള് അദ്ദേഹം പറയാണ് ഞാനും നീയും, ഓക്കെ, അതായത് ഹി ആൻഡ് ഹിസ് ലവ്, അവർ ദേ ആർ ലൈക്ക് എ കോമ്പസ്. നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉണ്ടാകുന്ന ഒരു കോമ്പസില് നമ്മൾ വൃത്തം വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പസ് ഉണ്ട്. ആ ഒരു കോമ്പസ് പോലെയാണ് രണ്ട് ലവേഴ്സ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്, അതിന്റെ ഫൂട്ട്, അതിന് നമുക്കറിയാം, ഒരു കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഫൂട്ട് എപ്പോഴും നിലത്ത് കുത്തിയിട്ടായിരിക്കും, അല്ലെ മറ്റേ ഫൂട്ടല്ലേ കറക്കിക്കൊണ്ടിരിക്കുക, വട്ടം വരയ്ക്കാൻ വേണ്ടി നമ്മൾ കറക്കുന്നത് ഒരു ഫൂട്ടായിരിക്കും, മറ്റേ ഫൂട്ട് നിലത്ത് കുത്തിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ നിലത്ത് കുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ കുത്തിയിട്ടുള്ള ആ ഒരു ഫൂട്ടിനെ അദ്ദേഹത്തിന്റെ വൈഫായിട്ടാണ് പറയുന്നത്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോമ്പസിന്റെ മറ്റേ ഫൂട്ടാണ് എന്ത്, ഈ ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു കോമ്പസ്, അതിന്റെ ആ റൗണ്ട് വരയ്ക്കാനുള്ള ആ ഒരു ഭാഗം എത്ര നേരം കറങ്ങിയാലും അത് തിരിച്ചെന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിലേക്ക് തന്നെ എത്തും അല്ലെ അവസാനം. ശരിയല്ലേ, ആ ഒരു കോമ്പസ് വട്ടം കറങ്ങി അവസാനം എന്ത് ചെയ്യും, എത്ര ദൂരെ പോയാലും അവസാനം എന്ത് ചെയ്യും, ഈ ഫൂട്ടിന്റെ അടുത്തേക്ക് തന്നെ ഇതെത്തും. അങ്ങനെയൊക്കെയാണ് അവര് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അതിനെയാണ് മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ്സ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ്സ് വെച്ചിട്ട് ഒരുപാട് വർക്ക്സ് ജോൺ ഡണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ജോൺ ഡണ്ണാണ് ഇതിൽ കൂടുതൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല നല്ല രീതിയിലുള്ള മെറ്റാഫിസിക്കൽ വർക്ക്സ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്ന ഡ്രൈഡന്റെ സ്റ്റേറ്റ്മെന്റ് ആരെ കുറിച്ചായിരുന്നു? ഇറ്റ് വാസ് അബൌട്ട് ജോൺ ഡൺ. Next question. The group known as metaphysical poets includes the same. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമുക്ക് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് വിളിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഡൺ, വോഗൻ ആൻഡ് മാർവൽ, കീറ്റ്സ്, വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ്, ഡ്രൈഡൻ, പോപ്പ് ആൻഡ് ജോൺസൺ, എലിയറ്റ്, പൗണ്ട് ആൻഡ് ഹോപ്കിൻസ്. ഓക്കെ, ഇതിലുള്ള റൈറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്നിരിക്കുന്നു. ഫസ്റ്റ് സെറ്റ് ഓഫ് റൈറ്റേഴ്സിൽ പറയുന്ന ആരൊക്കെയാണ്? ജോൺ ഡൺ, ഹെൻറി വോഗൻ ആൻഡ് ആൻഡ്രൂ മാർവൽ. അവരാണ് ആര്? മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജോൺ ഡൺ ഉണ്ട്, ആൻഡ്രൂ മാർവൽ ഉണ്ട്, ഹെൻറി വോഗൻ ഉണ്ട്, പിന്നെ ജോർജ് ഹെർബർട്ട് ഉണ്ട്, കാഷ്യൂ, ഓക്കെ, ക്രാഷ്യൂ ഉണ്ട്. അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് മെറ്റാഫിസിക്കലിൽ വരുന്നുണ്ട്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്നുള്ള ഒരു ടേം വന്നിട്ടുള്ളത് ലൈക്സ് ഓഫ് പോയിറ്റ്സ് എന്നുള്ള ജോൺസിന്റെ വർക്കിൽ നിന്നാണ് പറയാം. സെക്കൻഡ് സെറ്റ് ഓഫ് റൈറ്റേഴ്സ് ആരൊക്കെയാണ്? കീറ്റ്സ്, വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ്. ഓക്കെ, ജോൺ കീറ്റ്സ്, വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോൾറിഡ്ജ്. അവരാരാണ്? അവർ റൊമാൻറ്റിക് പോയിറ്റ്സ് ആണ്. നെക്സ്റ്റ് ജോൺ ഡ്രൈഡൻ, പോപ്പ്, അലക്സാണ്ടർ പോപ്പ് ആൻഡ് ഡോക്ടർ ജോൺസൺ. അവരേതിലാണ് വരുന്നത്? അവർ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൽ വരുന്ന ആൾക്കാരാണ്. ടി.എസ്. എലിയറ്റ്, എസ്രാ പൗണ്ട്, ജെം ഹോപ്കിൻസ് എന്ന് പറയുന്നത് 20th സെഞ്ചുറി റൈറ്റേഴ്സ് ആണ്. മെറ്റാഫിസിക്കൽ വന്നിട്ടുള്ളത് 17th സെഞ്ചുറിയിലായിരുന്നു. അതുകൊണ്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജോൺ ഡൺ, ഹെൻറി വോഗൻ ആൻഡ് ആൻഡ്രൂ മാർവൽ ആണ്. മെറ്റാഫിസിക്കൽ പോയട്രി എന്താന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, we can go to the next question. ഈ ഒരു ലൈൻ നിങ്ങൾക്ക് ഫേമസ് ആണെന്ന് വിചാരിക്കുന്നു. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. ഇറ്റ് അപ്പിയേഴ്സ് ഇൻ വിച്ച് പോം? ഏത് വർക്കിലാണ് ഈ ഒരു ലൈൻ ഉള്ളത്? ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്
but those unheard are sweeter. കേട്ടത് മനോഹരം, കേൾക്കാത്തത് അതിമനോഹരം എന്ന് ഏതോ ഒരു മൂവിയിൽ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ. നമ്മൾ കേട്ട സോങ്സ് എന്താണ്? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഓക്കെ, ഇറ്റ്സ് സ്വീറ്റ്. അത് നമ്മൾ കേൾക്കാത്ത എന്താണ്? അതിലും സ്വീറ്റർ ആണെന്നാണ് പറയുന്നത്. ഇത് ഏത് പോമിൽ പറയുന്നതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓ ടു ഓട്ടം, ഓ ടു നൈറ്റിംഗേൽ, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ഓ ടു മെലങ്കോളി. ഓക്കെ, ഇത് ആരുടെ പോമാണ്? ഓഫ് കോഴ്സ് ഇത് ആരുടേതാണ്? ജോൺ കീറ്റ്സിന്റെ വർക്കിലാണ്. ഓക്കെ, ഹേർഡ് മെലഡീസ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, സ്വീറ്റ് എന്ന് പറയുന്നത് ഇത് ജോൺ കീറ്റ്സിന്റെ വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ലൈനാണ്. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റാൻസ. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. ഓക്കെ, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. ഈ ഒരു പോം, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്നുള്ളൊരു പോമിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഇത് ജോൺ കീറ്റ്സിന്റെ 1820 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോമാണ്. എന്ത്? ഓടാണ്. എന്ത് പറയുന്നത്? ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ശരിക്കും എന്താണ് ഈ ഒരു പോമില്? സുപ്പീരിയോറിറ്റി ഓഫ് ആർട്ട് ഓവർ ഓർഡിനറി ലൈഫ്. ഓക്കെ, നമ്മുടെ നോർമൽ ലൈഫിൽ ആർട്ടിന്റെ സുപ്പീരിയോറിറ്റി എത്രത്തോളം ആണെന്നുള്ള രീതിയിലാണ് ഈ ഒരു പോമിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തീം എന്നൊക്കെ പറയുന്നത്. ആ ഒരു തീം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സെക്കൻഡ് ലൈനിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓടെന്ന് വെച്ചാൽ എന്താന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടെന്ന് വെച്ചാൽ ഒരു ലിറിക്കൽ കോമ്പോസിഷൻ ആണ്. ഓടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോമാണ്. അത് എന്താണ് ഓടെന്ന് വെച്ചാല്? റെപ്രസെന്റിങ് സം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ റെപ്രസെന്റിങ് അല്ല, എന്താ പറയാ, അഡ്രസ്സിങ് സം. ഓക്കെ, ഒരാളെ അഡ്രസ് ചെയ്തുകൊണ്ട് വരുന്ന വർക്ക്. ഇപ്പൊ ഓടോൺ ഓട്ടം, ഓട്ടു ഓട്ടം എന്ന് പറയുമ്പോൾ എന്താണത്? ഓട്ടം എന്നുള്ളതിനെ, അല്ലെങ്കിൽ ഓട്ടം എന്നുള്ള ഒരു സീസണിനെ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അഡ്രസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഓട്ടോ നൈറ്റിംഗേൽ എന്ന് പറയുമ്പോഴും അതെ, അതിനെ അഡ്രസ് ചെയ്യാണ്, നൈറ്റിംഗേലിനെ അഡ്രസ് ചെയ്യാണ്, നൈറ്റിംഗേലിനോടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പോയിട്ട് സംസാരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഓഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ബോസം ഫ്രണ്ട് ഡാഷ് ഈസ് യൂസ്ഡ് ടു distinguish between the characters. ഓക്കെ, ഇൻ ബോസം ഫ്രണ്ട് എന്നുള്ള വർക്കിൽ എന്ത് യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടേഴ്സിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്? ക്ലോത്ത്, ഫുഡ്, ഹൗസ് ആൻഡ് കട്ട്ലറി. എന്ത് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ബോസം ഫ്രണ്ട് എന്നുള്ള ഒരു പോം. ഓക്കെ, ഇറ്റ്സ് എ പോം. ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് കംസ് അണ്ടർ ദളിത് ലിറ്ററേച്ചർ. ദളിത് ലിറ്ററേച്ചർ ആണിത്. ദളിത് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ എന്താ? ദളിത് ലിറ്ററേച്ചർ. ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളവരെ ദളിതായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? എന്താ വിളിക്കുക? അല്ലെങ്കിൽ എന്താ വിളിക്കുക? ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഡൗൺ ട്രോഡൻ അല്ലെങ്കിൽ ദേ ആർ ദ ആക്ച്വൽ മാർജിനലൈസ്ഡ് സൊസൈറ്റി എന്നൊക്കെയാണ് അവരെ ഒരു കാലത്ത് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ കൂട്ടത്തിലുള്ള ഈ മാർജിനലൈസ്ഡ് സൊസൈറ്റിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ദളിതായിട്ടുള്ള ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? ദി ബിഗാൻ ടു യൂസ് ലെറ്റേഴ്സ് ആസ് ദെയർ സ്വേർഡ്. അവരവരുടെ വാക്കുകളെ ആയുധമാക്കി കൊണ്ടുവന്നിട്ട് ഒരുപാട് വർക്കുകൾ എഴുതാൻ തുടങ്ങി. അതിൽ വന്നതാണ് ഈ ഒരു ദളിത് ലിറ്ററേച്ചർ എന്നുള്ളൊരു ഇത് വന്നത്. ഓക്കെ, അങ്ങനെയാണ് ദളിത് ലിറ്ററേച്ചർ എന്നുള്ളൊരു ജാനർ വന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി ലോകത്തിനൊന്നും. ഓക്കെ, അപ്പൊ ബോസം ഫ്രണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ പോം റിട്ടൺ ബൈ ദ ദളിത് പോയിറ്റ് ഹീര ബൻസോഡ്. ഹീര ബൻസോഡ് എന്ന് പറയുന്ന ഒരു പോയിറ്റ് എഴുതിയ വർക്കായിരുന്നു ഏതെന്ന് പറയുന്നത്? ബോസം ഫ്രണ്ട് എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ക്രിട്ടിസൈസ് ദ കാസ്റ്റ് പ്രിജുഡൈസസ് ആൻഡ് കാസ്റ്റ് ഇനിക്വാലിറ്റീസ് പ്രസന്റ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് കാസ്റ്റുകളെ ഞാൻ പറഞ്ഞു 4ആയിട്ട് നമ്മുടെ കാസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് എന്നുള്ള രീതിയിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും പെടാത്തൊരു ടീമിനാണ് നമ്മൾ ഡൗൺ റോഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ SC ST എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അല്ലെ? അവർണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോ കോൾഡ് ലോവർ കാസ്റ്റ്. ഒരിക്കലും നമ്മളൊരു കാസ്റ്റിനെ ഹയർ ആണെന്നോ ലോവർ ആണെന്നോ ഒരു കാലത്തും പറയാൻ വേണ്ടി പാടില്ല. പക്ഷെ എന്താണ്? സോ കോൾഡ്, അല്ലെ? സമൂഹം, സൊസൈറ്റി അങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് കാസ്റ്റുകൾ ഇവർ ലോവർ കാസ്റ്റിൽ പെട്ടവരാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സൊസൈറ്റി ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കെതിരെ കുറെ പ്രെജുഡൈസസ് ഉണ്ട്. അതായത് അവരങ്ങനെ ആണ്. ശരിക്കും ആരാ അങ്ങനെ? നമ്മളാണല്ലേ, നമ്മളെ കാണുന്നവരാണ്. പക്ഷെ അവരങ്ങനെ ആണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കാസ്റ്റ് പ്രെജുഡൈസസ് ഉണ്ട്, അല്ലെങ്കിൽ കാസ്റ്റ് ഇനീക്വാലിറ്റീസ് നമ്മുടെ സൊസൈറ്റിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ വന്നിട്ടുള്ള ഒരു വർക്കാണ്. അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബോസം ഫ്രണ്ട് പോലെയുള്ള, ബോസം ഫ്രണ്ട് മാത്രമല്ല ദളിത് ലിറ്ററേച്ചർ. നമുക്കറിയാം ഓം പ്രകാശ് വാൽമീകി, നിങ്ങൾ ചിലപ്പം സ്കൂളിൽ കേട്ടിട്ടുണ്ടാവും, ഓം പ്രകാശ് വാൽമീകിയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്.
ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് റൈറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ആ ഒരു കാസ്റ്റിൽ പെടുന്നവരും അല്ലാത്തവരും ഒക്കെ എഴുതിയിട്ടുണ്ട്. കൂടുതലായിട്ടും ആ കാസ്റ്റിൽ പെടുന്നവർ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അനുഭവിച്ചതാണ്, മറ്റുള്ളവർക്ക് വെറും കണ്ട കാഴ്ച മാത്രമാണെന്നുള്ളതാണ്. This poet also belongs to the lower caste, therefore she experienced these inequalities in a lot of time in her life. ഹീര ബൻസോഡും എന്താണ്, she also belongs to a lower caste family, so she also experienced the same inequalities a lot of time in her lifetime. അപ്പൊ അത് അവളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോം എഴുതുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ ഒരു പോമില് ഇത് കുറച്ചും കൂടി ഇതില് ക്യാരക്ടേഴ്സിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു പോമിൽ തന്നെ അവൾ പറയുന്നുണ്ട്, യു നോ ഇൻ മൈ ചൈൽഡ്ഹുഡ് വി ഡിഡ്ന്റ് ഈവൻ ഹാവ് എ മിൽക്ക് for tea. Okay, and also less yogurt, buttermilk. Okay, my mother cooked on sawdust she bought from the ലംബറി യാർഡ്, വൈപ്പിംഗ് അവേ, അങ്ങനെ ഒരുപാട് രീതിയിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈവൻ വൺസ് ഇൻ എ വൈൽ വി മൈറ്റ് ഗെറ്റ് ഗാർലിക് ചട്നി. ഓക്കെ, ഗാർലിക് ചട്നി ഒക്കെ കിട്ടുന്നത് അത്ര എന്താ പറയാ, വൺസിനെ വൈലൊക്കെയാണ്, അതായത് വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഗാർലിക് ചട്നിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതർവൈസ് വി ജസ്റ്റ് ഈറ്റ് ബ്രെഡ് കമ്പൽഡ് ഇൻ വാട്ടർ. എന്ത് ചെയ്യും, വെറുതെ വെള്ളത്തിൽ മുക്കിയിട്ട് ബ്രെഡ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഒരാളെ മറ്റൊരാളിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു പോല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരിക്കും, ഓഫ്കോഴ്സ് ഇറ്റ് ഈസ് ഫുഡ്. അവരുടെ ഫുഡാണ്, ഫുഡ് ഹാബിറ്റ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ടും ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൽപ്പെട്ട ഒരാളെ മറ്റൊരാളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ ഹീറ ബൻസോഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് അബൌട്ട് ഫുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കേജ്ഡ് ബേർഡ് I know why the caged bird sings represent. ഈ ഒരു വർക്കിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. I know why the caged bird sings എന്നുള്ള വർക്ക്. അതിൽ കേജ്ഡ് ബേർഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം I know why the caged bird sings എന്നുള്ളത് മായ ആഞ്ചലോന്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. അതിൽ കേജ്ഡ് ബേർഡ് എന്തിനു വേണ്ടിയിട്ടാണ് സിങ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അബൌട്ട് ഫ്രീഡം ആയിരുന്നു. അപ്പൊ എന്തിനാണ്, അല്ലെങ്കിൽ ആരാണ് ഈ കേജ്ഡ് ബേർഡ് എന്ന് വെച്ചാൽ ആരാണ്, പുവർ പീപ്പിൾ, ബ്ലാക്ക് പീപ്പിൾ, അതർ ബേർഡ്സ് ഓർ ഫാമേഴ്സ്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്, ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻസർ ഈസ് ബ്ലാക്ക് പീപ്പിൾ ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, Maya Angelou's I know why the caged bird sings. The caged bird symbolizes the oppression and limitation faced by Black Americans, particularly during the Jim Crow era, and the author's own experiences with the racism, sexism, and abuse. The cage represents the confinement and the lack of freedom, while the bird's song symbolizes resilience and the desire for freedom. ആ ബേർഡ് സിംഗ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കേജ് റെപ്രസെന്റ് ചെയ്യുന്നത് അവരനുഭവിക്കുന്ന ആ ഒരു കൺഫൈൻമെന്റ് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ആ ഒരു ലാക്ക് ഓഫ് ഫ്രീഡം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേജ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എക്സ്പീരിയൻസ് ഓഫ് എ ബ്ലാക്ക് അമേരിക്കൻ്റെ നമുക്കറിയാം, അമേരിക്കയിൽ ചിലപ്പോൾ ആഫ്രിക്കൻ റേസിൽ പെട്ട ആൾക്കാർ അമേരിക്കയിലേക്ക് താമസം മാറി. നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോയിട്ട് അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുണ്ട് അല്ലെ. ചിലപ്പോൾ അമേരിക്കക്കാരെ തന്നെ അവർ കല്യാണം കഴിച്ച് ഇത് ചെയ്തിട്ടുണ്ടാവും, അവരൊരു ആഫ്രിക്കൻ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ എന്താണ്, അവർ ആഫ്രിക്കൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ അറിയപ്പെടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് അമേരിക്കയിൽ ആഫ്രിക്കനെ റോഡിൽ കിടത്തി ചവിട്ടി ശ്വാസം മുട്ടിച്ച് കൊന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കഥയല്ല, റിയൽ ലൈഫിൽ അങ്ങനെ നടന്നൊക്കെ നമ്മൾ ന്യൂസിലേക്ക് കൂടിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് ഒപ്രസ്ഡ് ആയിട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ദ കേജ് റെപ്രസെന്റ്സ് ദ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ റെസ്ട്രിക്ഷൻസ് പ്ലേസ്ഡ് ഓൺ ദ ബ്ലാക്ക് പീപ്പിൾ. അവർക്ക് ഏതൊക്കെ രീതിയിൽ, അവർക്ക് ഇമോഷണലി ഉള്ള ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഫിസിക്കലി അവർ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. പെർട്ടിക്കുലർലി ഡ്യൂറിങ് ദ സെഗ്രിഗേഷൻ അവരെ വേർതിരിച്ച് മാറ്റി, അവര് സെപ്പറേറ്റ് ആയിട്ടും അവരെ ഒരു സൊസൈറ്റിയിൽ മറ്റൊരു രീതിയിൽ തന്നെ കാണുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് റേസിസം, സെക്സിസം, സൊസൈറ്റിയിലെ എക്സ്പെക്ടേഷൻസ്. ഓക്കെ, സൊസൈറ്റി, ബ്ലാക്ക് അമേരിക്കൻസിന്റെ ആ ഒരു സൊസൈറ്റി, അമേരിക്കൻസ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ വൈറ്റ്സ് എങ്ങനെയായിരിക്കണം, ആ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ മാറണം എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, ലോങ്ങിങ് ഫോർ ഫ്രീഡം ആണ് ഈ ഒരു പോമിൽ പറയുന്നത്. സോ ദ കേജ്ഡ് ബേർഡ് റെപ്രസെന്റ്സ് ദ ബ്ലാക്ക് പീപ്പിൾ.
We can go to the next question. Dash was the Chilean poet diplomat who won the Nobel Prize for Literature in 1971. നമ്മൾ നൊബേൽ പ്രൈസിനെ പറ്റിയിട്ട് ഒരു 2020 ഓൺവേർഡ്സ് ഉള്ള നൊബേൽ പ്രൈസ് ജേതാക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കറിയാം നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ 1913 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ 1971 ഒരു ചിലിയൻ പോയിന്റിന് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ട്. അത് ആർക്കാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: പാബ്ലോ നെരൂദ, വോൾസെയിങ്ക, റോബർട്ട് ഫ്രോസ്റ്റ്, മായ ആഞ്ചലോ. ആർക്കാണ് ഇതിൽ റൈറ്റേഴ്സ് നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ ഫെമിലിയർ ആയിട്ടുണ്ടാവും. ആൻസർ ഏതായിരിക്കും? ആൻസർ 1971 ആർക്കായിരിക്കും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടാവുക? ഇത് കിട്ടിയിരിക്കുന്നത് പാബ്ലോ നെരൂദയ്ക്കാണ്. ഓക്കെ, പാബ്ലോ നെരൂദ എന്നുള്ള റൈറ്ററിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹീസ് എ ചിലിയൻ പോയറ്റ് ഡിപ്ലോമാറ്റ്. ഓക്കെ, ചിലിയൻ പോയറ്റ് ഡിപ്ലോമാറ്റ് ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യനുമാണ്. 1971 ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടി. നെരൂദ became known as the poet when he was 13 years old. Okay, and in that 13 years old itself, he wrote in a variety of styles, including ഹിസ്റ്റോറിക്കൽ എപ്പിക്സും പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോസും അങ്ങനെ അടക്കം ഒരുപാട് രീതിയിൽ ആ ഒരു 13 ഇയേഴ്സുള്ള ഒരു ബോയ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ പ്രോസ് ഓട്ടോബയോഗ്രഫീസ്, ലവ് പോംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കളക്ഷൻ ഓഫ് വർക്കിന്റെ പേരായിരുന്നു 20 ലവ് പോംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പെയർ എന്നുള്ളത്. 20 ലവ് പോംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പെയർ 1924 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു അത്. ഒരു 1904 മുതൽ 1973 വരെ നൊബേൽ പ്രൈസ് കിട്ടി 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത്. ഇപ്പൊ പാബ്ലോ നെരൂദ എന്നുള്ള റൈറ്റർ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ്. ബിക്കോസ് ഈവൻ ഹി ഗോട്ട് നൊബേൽ പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിയല്ലേ. അപ്പൊ പിന്നെ എന്തായാലും എന്തുണ്ട്, അദ്ദേഹം വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. Next question. Thomas Hardy's novel Far from the Madding Crowd took its title from. തോമസ് ഹാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാർഡിയുടെ ഒരു നോവലായിരുന്നു ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്നുള്ളത്. അതിന്റെ ആ ഒരു ടൈറ്റിൽ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓഡ് ഓൺ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, ദ വേസ്റ്റ്ലാൻഡ്, സെക്കൻഡ് കമ്മിങ്. ഇതിൽ ഏത് വർക്കിലുള്ള ഒരു ലൈൻ ആയിരുന്നു ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രാൻസിഷൻ പോയിന്റിന്റെ വർക്കാണ്. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ളതാണ്. നമുക്കറിയാം എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, അതിന്റെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ളതാണ്. സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ള പേരിൽ തോമസ് ഗ്രേ എഴുതിയൊരു വർക്കാണ്. പിന്നീട് അദ്ദേഹം തന്നെ അതിന്റെ പേര് മാറ്റി എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. ഇത് ശരിക്കും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോമാണ്. ശ്രദ്ധിക്കുക, എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് ഉള്ള ആ ഒരു പോമില് ഏത് കൺട്രി ചർച്ച്യാർഡിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പോഗസ് എന്നുള്ളതാണ്. സ്റ്റോക്ക് പോഗസ് എന്നുള്ളൊരു കൺട്രി ചർച്ച്യാർഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒരു പള്ളി മുറ്റം എന്ന് പറയും, അവിടെയാണ് പറയുന്നത്. നമുക്കറിയാം പൊതുവെ എലിജി എന്ന് പറഞ്ഞാൽ മോൺ ഓൺ ദ ഡെത്ത് ഓഫ് സമ്മൺ ആണ്. നമ്മുടെ മിൽട്ടൺ ലിസിറ്റസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ആർത്തർ ഹെൻറി ക്ലോവിനെ പറ്റിയിട്ടൊക്കെ എഴുതിയ വർക്ക് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ മെമ്മോറിയം ഏജ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എലിജി എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിജി എന്ന് പറയുന്ന ഒരാളുടെ മരണത്തിൽ റെപ്രസെന്റ് ചെയ്തില്ല, ഒരു മരണത്തില് അനുശോചനം എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ വരുന്ന വർക്കാണെന്ത് എലിജീസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു എലിജിയുടെ വ്യത്യാസം, തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ള ഒരു എലിജി മറ്റ് എലിജികളിൽ നിന്നും വ്യത്യാസമാണ്. കാരണം ഇദ്ദേഹം എഴുതിയത്, തോമസ് ഗ്രേ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ള ഒരു എലിജി എഴുതിയത് നോട്ട് ഓൺ ദ ഡെത്ത് ഓഫ് എ സിംഗിൾ പേഴ്സൺ, ഹി മോൺ ഫോർ എവ്രി മെമ്പേഴ്സ് ഹു ബറീഡ് ഇൻ ദാറ്റ് ചർച്ച്യാർഡ്. ഈ ഒരു സ്റ്റോക്ക് പോഗസ് എന്നുള്ളൊരു ചർച്ച്യാർഡില് ബറി ചെയ്യപ്പെട്ടിട്ടില്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഒരു വർക്ക് എഴുതിയത്. മാത്രമല്ല ഇനി മരിക്കാനിരിക്കുന്ന ആൾക്കാർക്കും, ഇനി മരിച്ച് ആ ഒരു കൺട്രി ചർച്ച്യാർഡിൽ അടക്കാനിരിക്കുന്ന ആൾക്കാർക്കും, ഇൻക്ലൂഡിങ് ഹിം,
അദ്ദേഹത്തിന്റെ തന്നെ മരണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ മരണത്തിലുള്ള ഒരു ശോകം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അവസാനം ഇദ്ദേഹം ഒരു എപ്പിഗ്രാഫ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ എപ്പിഗ്രാഫ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു വർക്കിൽ അല്ലെങ്കിൽ ആ ഒരു ലൈൻസ് എന്റെ ടോംബിൽ, എന്റെ ശവകുടീരത്തിൽ കൊത്തിവെക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ തന്നെ എപ്പിഗ്രാഫ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു എൽജി റിട്ടേൺ കൺട്രി ചർച്ചുകൾ എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താ, ഒരു നോർമൽ ഒരു വില്ലേജുകളുടെ കൺട്രി ചർച്ചുകളാണ്. അവിടെയുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മിൽട്ടനെയും ഷേക്സ്പിയറിനെയും പോലെയുള്ള റൈറ്റേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മില്യണേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ഡെത്ത് ഈസ് ദ ലെവലർ അല്ലെ, ഡെത്ത് ദ ലെവലർ ആണ്. ഡെത്ത് എന്ത് ചെയ്യും, എല്ലാരെയും കൂലിപ്പണി എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വയലിലും ഇതിലൊക്കെ പണിയെടുത്ത് വരുന്ന കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സണും മരിച്ചു കഴിഞ്ഞാൽ അവർ എവിടത്തേക്ക് തന്നെയാണ് എത്തുന്നത്, ഈ ഒരു കൺട്രി ചർച്ച് യാർഡിലേക്ക് തന്നെ എത്തുന്നതാണ്. അപ്പൊ ഡെത്ത് ഇവരെയൊക്കെ ലെവൽ ചെയ്യുന്ന രീതിയിലും അതൊക്കെയാണ് ഈ ഒരു എൽജി റിട്ടേൺ കൺട്രി ചർച്ച് യാർഡ് എന്നുള്ളൊരു ഇതിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വില്ലേജിലുള്ള ആൾക്കാരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഈ വില്ലേജിലുള്ള ആൾക്കാർ എന്താണ്, ദേ ആർ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്. മാഡിങ് ക്രൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൗണിലെ ആൾക്കാരെയാണ്. അവരിൽ നിന്നും ഒരുപാട് മാറിയിട്ടുള്ള ആൾക്കാരാണ് ആര്, ഈ ഒരു വില്ലേജിലുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്, ഗ്രേ പറയുന്നത്. അപ്പൊ ആ ഒരു പോമിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് വർക്ക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ എൽജി റിട്ടേൺ കൺട്രി ചർച്ച് യാർഡിന് അല്ലെങ്കിൽ അതിന്റെ ഇൻസ്പിറേഷനിൽ ഒരുപാട് വർക്ക്സ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് തോമസ് ഹാർഡിയുടെ നോവൽ. ബിക്കോസ് ആ ഒരു വർക്കിന്റെ ടൈറ്റിൽ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്നുള്ളൊരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രേയുടെ വർക്കിൽ നിന്നാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Next question. Dash is the only English language writer from India to be bestowed with the Jnanapith Award. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയ ഒറ്റൊരാൾക്ക് മാത്രമേ ഇന്ത്യയിലെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളൂ. അത് ആർക്കാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: അരുന്ധതി റോയ്, അമിതാവ് ഘോഷ്, PS നൈപോൾ, സൽമാൻ റുഷ്ദി. ഓക്കെ, ഇതിൽ ആർക്കാണ് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ് എന്നുള്ള റൈറ്ററിനെ പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവായിരിക്കും. അമിതാവ് ഘോഷിനാണ് എന്ത് ചെയ്തത് 54th ജ്ഞാനപീഠ്. ഓക്കെ, 54th ജ്ഞാനപീഠാണ് കിട്ടിയത്. കേട്ടിട്ടുണ്ടാവും എന്ന് പറയാൻ കാരണം ഹി ഗോട്ട് ഇറ്റ് ഇൻ 2018. 2018 അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജ്ഞാനപീഠ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് 2018 He was the first English language writer to be honored with the prestigious award. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്ന ഒരാൾക്ക് മാത്രമേ ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയാം മലയാളികൾക്ക് കിട്ടിയിട്ടില്ല, 6 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയ ഒരാൾക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത്. അത് ഇദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആയിരുന്നു ദി ഷാഡോ ലൈൻസ് എന്ന് പറയുന്നത്, അതേപോലെ ദ ഗ്ലാസ് പാലസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഐബിസ് ട്രിലോജി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വർക്ക്സ് ഇദ്ദേഹത്തിന് ഉണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ലിറ്ററേച്ചർ, ഒരു സിംഗിൾ വർക്കിനല്ല, അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ലിറ്ററേച്ചറിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്, ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷാഡോ ലൈൻസ് എന്ന വർക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയതാണ്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. മോർ ഓവർ നമുക്ക് എന്ത് പറയാം, 2018 അദ്ദേഹത്തിന് എന്ത് കിട്ടി, ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുണ്ട്. 14th question. Dash is the main character around whom the play revolves. ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറിന് നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്: ആന്റഗോണിസ്റ്റ്, പ്രൊട്ടഗോണിസ്റ്റ്, പ്ലോട്ട് ആൻഡ് ഫോയിൽ എന്ന് പറയുന്നുണ്ട്. ഇതില് പ്ലോട്ട് എന്ന് വെച്ചാൽ എന്താ, കഥ എന്നാണ് അല്ലെ. അതിന്റെ കഥാഗതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലോട്ട് എന്ന് വിളിക്കുക. അപ്പൊ ആന്റഗോണിസ്റ്റ് ആണോ പ്രൊട്ടഗോണിസ്റ്റ് ആണോ? മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹീറോ ഓഫ് ദ സ്റ്റോറി അല്ലെ. ഹീറോ എന്ന് പറയുന്നതിന് നമുക്ക് സിനോണിമസ്ലി വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് പ്രൊട്ടഗോണിസ്റ്റ് എന്നുള്ളത്. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഹീറോ ഓഫ് ദ സ്റ്റോറി എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ മെയിൻ ക്യാരക്ടർ അറൌണ്ട് ഹൂം ദ പ്ലേ റിവോൾവ്സ്. ഒരു പ്ലേയിലെ മെയിൻ ക്യാരക്ടറാണ്, അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയായിരിക്കും ആ കഥയിലെ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരാണെന്ത്, പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റഗോണിസ്റ്റ് ആരായിരിക്കും? നോ ഡൗട്ട്സ് വില്ലൻ ആയിരിക്കും അല്ലെ. ഇറ്റ് ഈസ് എ നെഗറ്റീവ് ക്യാരക്ടർ ഓർ ദ വില്ലൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. അവരായിരിക്കും ഈ മെയിൻ ക്യാരക്ടറെ ഡിസ്റ്റർബ് ചെയ്യുന്നതും അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുന്നതും. അവസാനം ഓഫ്കോഴ്സ് എന്തായിരിക്കും, ഒരു നോർമൽ പ്ലേ ആണെങ്കിൽ അവസാനം എന്തായിരിക്കും, ഈ ഒരു ആന്റഗോണിസ്റ്റിനെ പ്രൊട്ടഗോണിസ്റ്റ് കീഴടക്കുന്നൊക്കെ ആയിട്ടായിരിക്കും കഥ വരുന്നുണ്ടാവുക.
Next question. Each unit of dash is called a foot of poetry. Each unit of dash is called a foot of poetry എന്നുള്ളതാണ് പറയുന്നത്. ഓപ്ഷൻസ് അത് റൈം, റിതം, അസൊണൻസ് ആൻഡ് അലിട്രേഷൻ. എന്താണ് ഫൂട്ട്? ഒരു പോയട്രിയുടെ ഫൂട്ട് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്, എന്തിന്റെ യൂണിറ്റിനെയാണെന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഈച്ച് യൂണിറ്റ് ഓഫ് റിതം ഈസ് ഇൻഡീഡ് കോൾഡ് ദ ഫൂട്ട്. ഫൂട്ട് എന്ന് വിളിക്കണമെങ്കിൽ, ഒരു പോമിന്റെ ഫൂട്ട് എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് റിതം ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. ഫൂട്ട് എന്ന് വെച്ചാൽ എന്താ? റിപ്പീറ്റിംഗ് പാറ്റേൺ ഓഫ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ് വിത്തിൻ എ ലൈൻ ഓഫ് പോയട്രി. ഒരു പോമിന്റെ ഒരു ലൈനിൽ തന്നെ ഡിഫറെന്റ് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? വേർഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അക്കോർഡിംഗ് ടു സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ്. ഞാൻ സിലബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട്സിന്റെ യൂണിറ്റ്സ് ആണ്. ലൈക്ക് ഇപ്പം ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലർ എന്നുള്ളത് ഒരു സിലബിൾ ആണ്, വേർ എന്നുള്ളൊരു സിലബിൾ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ ഫൂട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫൂട്ടിൽ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ഇതേപോലെ ഡിവൈഡ് ചെയ്ത സിലബിൾസ് ഉണ്ടാവും. അതിൽ തന്നെ ഒരു സ്ട്രെസ്ഡ് സിലബിള്, രണ്ട് അൺസ്ട്രെസ്ഡ് സിലബിള്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് സിലബിള്, ഒരു അൺസ്ട്രെസ്ഡ് സിലബിള്, അല്ലെങ്കിൽ ഒരു അൺസ്ട്രെസ്ഡ് സിലബിള് അതിന് ഫോളോ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെസ്ഡ് സിലബിള്. അങ്ങനെ പല രീതിയിൽ ഇതിനെ മാറ്റി മറിച്ച് വരുന്നുണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് പേരും ഉണ്ട്. പേരിലേക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അതേപോലെ ഈ ഒരു സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസിന്റെ പേരിൽ ഈ ഒരു വിത്തിൻ ദ ലൈൻ ഓഫ് എ പോയിട്രി, ഒരു സിംഗിൾ ലൈനിനെ തന്നെ റിപ്പീറ്റഡ് പാറ്റേണിന്റെ പേരിൽ ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഫൂട്ട് എന്ന് വിളിക്കുക. ദ നമ്പർ ഓഫ് ഫീറ്റ് ഇൻ എ ലൈൻ ഡിറ്റർമൈൻസ് ദ പോയറ്റിക് മീറ്റർ. ഏത് മീറ്റർ ആണ്? നമ്മൾ അയാംബിക് പെൻഡാമീറ്റർ, ഒരു കോമൺ ആയിട്ട് പറയുന്നതാണ് അയാംബിക് പെൻഡാമീറ്റർ എന്ന് പറയുന്നത്. അയാംബിക് പെൻഡാമീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഫൂട്ട് ഉണ്ടായിരിക്കണം? ഒരു ഫൂട്ടിൽ എത്ര ഇതുണ്ടായിരിക്കണം? 5 എണ്ണം ഉണ്ട്. ഓക്കെ, ഈച്ച് ലൈൻ കണ്ടെയ്ൻസ് 5 അയാംസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് അൺസ്ട്രെസ്ഡ് സിലബിളിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെസ്ഡ് സിലബിൾ, ഒരു അൺസ്ട്രെസ്ഡ് സിലബിളിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെസ്ഡ് സിലബിൾ വരുന്നതിനെയാണ് നമ്മൾ പൊതുവെ ഇയാംബിക് പെൻഡാമീറ്റർ, ഇയാംബിക് മീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് 5 തവണ വരുമ്പോൾ നമ്മൾ അതിന് ഇയാംബിക് പെൻഡാമീറ്റർ എന്ന് പറയുന്നത്. അത് അതിന്റെ നമ്പർ ഓഫ് വേർഡ്സ് അനുസരിച്ച് മാറും. ചിലപ്പോൾ പെൻഡാമീറ്റർ ആയിരിക്കും, അതായത് 5 എണ്ണം ഉണ്ടാവും. ചിലപ്പോൾ ടെട്രാമീറ്റർ ആയിരിക്കും, 4 എണ്ണം ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ ഹെക്സ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് ഓർത്ത് വെക്കാൻ വേണ്ടി പറയാം. അയാംസ് ഉണ്ട്, ട്രോക്കീസ് ഉണ്ട്, സ്പോണ്ടീസ്, അനപെസ്റ്റ് ആൻഡ് ഡാക്ടൈൽസ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്കോർഡിംഗ് ടു സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ് നമുക്ക് ഒരു ഫൂട്ടിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ഹാസ് ഡാഷ് ഡിസ്റ്റിങ്ക്റ്റ് വവൽ ഫോണീംസ്. ഇംഗ്ലീഷിൽ എന്തുണ്ട്? എത്രയോ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വവൽ ഫോണീംസ് ഉണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു വവൽസ് ആൻഡ് കോൺസണൻസിന്റെ കാര്യം. ഇംഗ്ലീഷിൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് വവൽസ് ഫോണീംസ് ഉണ്ടെന്ന് വെച്ചാൽ എന്താണ് ആൻസർ? 20 ആണ്. 20 വവൽ ഫോണീംസ്, വവൽ സൗണ്ട്സ്, ഫോണീംസ് എന്ന് പറഞ്ഞ സൗണ്ട്സ് ആണ്. 20 വവൽ സൗണ്ട്സ് ആണ് ഉള്ളത്. നമുക്കറിയാം ആകെ എ ഇ ഐ ഒ യു അല്ലെ, ആകെ ഒരു 5 വവൽസ് അവര് 20 വവൽ സൗണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മള് അങ്ങനെ പല രീതിയിൽ പല മോഡുലേഷൻ നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ, പല മോഡുലേഷൻസ് വരുന്നുണ്ട്. ആ ഓരോ മോഡുലേഷനും ഓരോ സൗണ്ട്സ് ആണ്. ആ ഓരോ സൗണ്ട്സ് എന്താണ്? ഇംഗ്ലീഷിലെ സൗണ്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അതിന് സെപ്പറേറ്റ് സൗണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20 വവൽ സൗണ്ട്സ് ആണുള്ളത്. അതിൽ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ വവൽ സൗണ്ട്സിനെ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മോണോഫ്തോങ്സ് ആൻഡ് ഡിഫ്തോങ്സ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ആൻ എന്നുള്ളൊരു പേര്, ആൻ എന്നുള്ളതിൽ ആൻ എന്നുള്ളൊരു വേർഡ് മാത്രമേ ഉള്ളൂ. ആ എന്നുള്ള വേർഡ് എന്താണ്? അല്ലെ, ആ എന്നുള്ള സൗണ്ട് എന്താണ്? വവൽ സൗണ്ട് ആണ്, മോണോഫ്തോങ് ആണ്. അതൊരു സിംഗിൾ സൗണ്ട് ആണ്. മോണോഫ്തോങ് എന്ന് പറയാൻ വേണ്ടി പറ്റും ആൻ എന്ന് പറയുമ്പോൾ. ആൻ എന്നുള്ളതിന് ആൻ എന്ന് പറയുമ്പോൾ. അതേസമയം ഇപ്പം അവർ എന്ന് പറയുമ്പോൾ, അവർ HOUR, അവർ അല്ലെ, അവർ എന്ന് പറയുമ്പോൾ അതിൽ 6 നമുക്ക് സൈലന്റ് ആണ്. ശരിക്കും നമ്മൾ അവ എന്നാണ് വായിക്കുന്നത്. അവർ എന്ന് വായിക്കുമ്പോൾ ആ അല്ലെ, 2 സൗണ്ട്സ് അവിടെ വരുന്നുണ്ട്. വവൽ സൗണ്ട്സിന് 2 എണ്ണം വരുന്നുണ്ട്. ആ വരുന്നുണ്ട്. അതാണ് എന്ത്? ഡിഫ്തോങ്സ് പറയുന്നത്. ഒന്നല്ല 2ഓ അതിലധികമോ സൗണ്ട്സ് ഒരു വവലിനെ റെപ്രസെന്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? ഡിഫ്തോങ്സ് എന്ന് വിളിക്കുക. അങ്ങനെ മോണോഫ്തോങ്സ് 12 എണ്ണവും ഡിഫ്തോങ്സ് 8 എണ്ണവും ഉണ്ട്. അങ്ങനെയാണ് ടോട്ടല് 20 വവൽ ഫോണീംസ് ഉള്ളത്. അപ്പൊ ഇംഗ്ലീഷിൽ എത്ര മോണോഫ്തോങ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? 12 എന്ന് എഴുതണം. ഡിഫ്തോങ്സ് എത്രന്ന് ചോദിച്ചാൽ 8 എന്ന് എഴുതണം. ടുഗെദർ വവൽ ഫോണീംസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാ? 20 എന്ന് പറയാം. ഓക്കെ,
Next question. Dash is a couplet with 4 words in the first line and 3 words in the second. Okay, another set of couplets ആണ് പറയുന്നത്. കപ്ലറ്റ് എന്ന് വെച്ചാൽ എന്താ? 2 ലൈനാണ്. 2 ലൈനുള്ള ഒരു പോം. അതിൽ ആദ്യത്തെ ലൈനിൽ 4 വേർഡ്സ് ഉണ്ടാവും, രണ്ടാമത്തെ ലൈനിൽ 2 വേർഡ്സ് ഉണ്ടാവും. ക്ലിയർ? 3 വേർഡ്സ് ഉണ്ടാവും. കപ്ലറ്റ് എന്ന് വെച്ചാൽ 2 വേർഡ്സ്, 2 സെന്റൻസിന് അല്ലെങ്കിൽ 2 ലൈൻസിനെയാണ് നമ്മൾ കപ്ലറ്റ് എന്ന് വിളിക്കുക. കപ്ലറ്റ് ഈരടി, 2 വരികളുള്ളതിനെയാണ് കപ്ലറ്റ് എന്ന് വിളിക്കുക. അതിൽ ആദ്യത്തെ വരിയിൽ എത്ര ഉണ്ടാവും? 4 വേർഡ്സ് ഉണ്ടാവും. സെക്കൻഡ് ലൈനിലോ 3 വേർഡ്സ് ഉണ്ടാവും. ടുഗെദർ അതിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് അത് സഫിക്സ്, കുറൽ, ഹൈക്കു, ഗസൽ. ഇതില് എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? The term that describing a couplet with a specific word counter per line. അതിനെന്താ വിളിക്കുക? തമിഴ് കുറൽ എന്നാണ് വിളിക്കുക. നമ്മൾ കുറലിന് കേട്ടിട്ടില്ലേ? തിരുക്കുറലൊക്കെ കേട്ടിട്ടില്ലേ തമിഴിലെ? കുറൽ എന്നാണ് വിളിക്കുക. അതാണ് ആദ്യത്തെ വരിയിൽ 4, രണ്ടാമത്തെ വരിയിൽ 3 വേർഡ്സ് ഉള്ള തമിഴിലുള്ള കപ്ലറ്റ്സിനാണ് നമ്മൾ കുറൽ എന്ന് വിളിക്കുക. ഓക്കെ, ഇറ്റ്സ് ഫസ്റ്റ് ലൈൻ കൺസിസ്റ്റ് ഓഫ് 4 വേർഡ്സ് ആൻഡ് 3 വേർഡ്സ് ഇൻ ദ സെക്കൻഡ്. ഇറ്റ്സ് വെരി കോമൺ ഫോം ഇൻ തമിഴ് പോയട്രി. തമിഴ് പോയട്രിയിൽ എപ്പോഴും കാണുന്നതാണ് കുറൽ കപ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 7 വേർഡ്സ് ആണ് ഇതിനുള്ളത് എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. ആണല്ലോ, ഫസ്റ്റില് 4 ലൈൻസും സെക്കൻഡില് 3 വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്തായി? 7 വേർഡ്സ് ആണ് ടോട്ടൽ ഉള്ളതെന്ന് പറയാം. അപ്പൊ ഗസൽ എന്ന് വെച്ചാൽ എന്താ? ഗസൽ എന്ന് വെച്ചാൽ, ഗസൽ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയല്ലേ? അറബിക് പോയട്രിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വേർഡാണ് എന്ത്? ഗസൽ എന്ന് പറയുന്നത്. ഇറ്റ് മോസ്റ്റ് ഓഫൻ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ടോപ്പിക്സ് ഓഫ് സ്പിരിച്വൽ ആൻഡ് റൊമാൻസ് ലവ്. ഓക്കെ, സ്പിരിച്വൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ലവിനെ ബേസ് ചെയ്തിട്ട് വരുന്ന പോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗസൽ എന്നുള്ളൊരു പേരും കൊണ്ട് വിളിക്കുക. ഹൈക്കു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു അൺറൈംഡ് പോമാണ്. 17 സിലബിൾസ് ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല എന്താണ്? 3 ലൈനാണ് കേട്ടോ. ഒന്നിക്കൽ അതായത് 5 സിലബിൾസ് ഉള്ള ഫസ്റ്റ് ലൈൻ, 7 സിലബിൾസ് ഉള്ള സെക്കൻഡ് ലൈൻ, 5 സിലബിളുള്ള തേർഡ് ലൈൻ, അങ്ങനെ ടോട്ടൽ 17 സിലബിൾസ് ആയിട്ട് 3 ലൈൻസ് ആയിട്ട് വരുന്ന ഒരു എന്താണ്? ഒരു ജാപ്പനീസ് ഫോമാണ് ഇത് പറയുന്നത് ഹൈക്കു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഫിക് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പോയറ്റിക് മീറ്റർ ആണ്. ഓക്കെ, ഈ സഫിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയറ്റിക് മീറ്റർ ഓർ എ ലിറ്റററി സബ്ജാനർ. ഇറ്റ് ഈസ് വർക്ക്സ് ആറ്റ് ഫീച്ചറിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിമൻ. നമ്മളെ ലെസ്ബിയൻ എന്ന് പറയില്ലേ, ആ ഒരു ലെസീബിയൻ സൈഡിലുള്ള വർക്ക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സഫിക്സ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു ടേംസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കപ്ലറ്റ് വിത്ത് 4 വേർഡ്സ് ഇൻ ദ ഫസ്റ്റ് ലൈൻ ആൻഡ് 3 വേർഡ്സ് ഇൻ ദ സെക്കൻഡ് ആർ കോൾഡ് കുറൽ. ഇറ്റ്സ് ഒറിജിൻ തമിഴ് അല്ലേ? In the original story of Metamorphosis, Pygmalion is on love with. പിഗ്മാലിയൻ എന്നുള്ളത് നമുക്ക് 2 രീതിയിൽ പറയാം. ആക്ച്വലി പിഗ്മാലിയൻ എന്നുള്ളത് നമുക്ക് കൂടുതലും ഫെമിലിയർ ആയിരിക്കാം. പിഗ്മാലിയൻ എന്നുള്ള വർക്ക് ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ ആയിരിക്കും നമുക്ക് കൂടുതൽ ഫേമസ് ആയിട്ടുണ്ടാവുക. ജോർജ് ബെർണാഡ് ഷോ എഴുതിയ പിഗ്മാലിയൻ എന്നുള്ളൊരു വർക്ക് ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ കൂടുതൽ അറിയുന്നുണ്ടാവുക. പക്ഷെ ആ ഒരു പിഗ്മാലിയൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഒറിജിനലി എടുത്തിട്ടുള്ളത് മെറ്റാമോർഫോസിസ് എന്നുള്ള വർക്കിൽ നിന്നാണ്. ഓവിഡിന്റെ മെറ്റാമോർഫോസിസ് എന്നുള്ള വർക്കിൽ നിന്നാണ് എന്ത് ചെയ്തത്? റിയൽ ക്യാരക്ടർ, ഒരു പിഗ്മാലിയൻ എന്നുള്ള ക്യാരക്ടറിനെ ചൂസ് ചെയ്തത്. അപ്പൊ ഒറിജിനൽ സ്റ്റോറി, അതായത് ഓവിഡിന്റെ സ്റ്റോറി ആയിട്ടില്ല, മെറ്റാമോർഫോസിസ് എന്നുള്ള സ്റ്റോറിയിലെ ക്യാരക്ടറാണ് ആര്? പിഗ്മാലിയൻ. അപ്പൊ മെറ്റാമോർഫോസിസ് എന്നുള്ളൊരു സ്റ്റോറിയില്, ഓവിഡിന്റെ സ്റ്റോറിയില് പിഗ്മാലിയന് ആരുമായിട്ടായിരുന്നു ഇഷ്ടം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു ഓവിഡിന്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ, മെറ്റാമോർഫോസിസ് എന്നുള്ള സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് എ സ്കൾപ്ചർ. ഒരു സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്ന ഒരു പേഴ്സൺ ആണ് പിഗ്മാലിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് പിഗ്മാലിയൻ എന്ന് പറയുന്നത്. അപ്പൊ പിഗ്മാലിയൻ ഭയങ്കര വാല്യൂസ് ഒക്കെ ഉള്ളൊരു മാനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ജീവിതത്തിലും എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല, അല്ലെങ്കിൽ ഞാൻ ആരെയും കല്യാണം കഴിക്കില്ല, ആ ഒരു രീതിയിലൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ആരെന്ന് പറയുന്നത്? പിഗ്മാലിയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ലേഡിയുടെ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കി. അതിന് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്ന പേരെന്ന് ഗലറ്റ്യ എന്നുള്ളതാണ്. ഗലറ്റ്യ എന്നുള്ളൊരു പേരാണ് അദ്ദേഹം ഈ ഒരു ബ്യൂട്ടിഫുൾ ഐവറി സ്റ്റാച്ചു. ഐവറിയാണ്, ഐവറി മീൻസ് ഇറ്റ്സ് മെയ്ഡ് വിത്ത് നമ്മുടെ ആനക്കൊമ്പ് എന്ന് പറയും, അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയൊരു ബ്യൂട്ടിഫുൾ സ്റ്റാച്ചു ആയിരുന്നു അത് ഗലറ്റ്യ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഗലറ്റ്യ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആ ഒരു വർക്കിന്റെ പെർഫെക്ഷനും ആ ഒരു വർക്കിലെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ഈ ഒരു
സ്കൾപ്ചറിനോട് എന്നാലോചിച്ച് ആ ഒരു സ്കൾപ്ചറിനോട് ഇദ്ദേഹത്തിന് വല്ലാത്തൊരു പ്രണയം തോന്നുകയാണ്. പ്രണയം തോന്നുന്നു പറഞ്ഞാല് ഹി ജസ്റ്റ് തിങ്കിങ് ലൈക്ക് ഇറ്റ് ഇസ് റിയൽ. അത് റിയൽ ആണെന്ന് വിചാരിച്ച അദ്ദേഹം അതിനെ ഡീപ്പായിട്ട് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാച്ചുവിന്. ഓക്കെ, ഈവഞ്ച്വലി എന്ത് ചെയ്തു, ആ വന്ന് അവസാനം ഗോഡസ്, നമ്മുടെ വീനസ് ഉണ്ട് അല്ലെ, ഗോഡസ് ഓഫ് ലവ് ഉണ്ട് വീനസ്. വീനസ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ഇത്രയും ഡീപ്പായിട്ടുള്ള പ്രണയം കണ്ടിട്ട് അവസാനം വീനസ് ഗോഡ് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു സ്റ്റാച്ചുവിന് ജീവൻ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ട്ണറായിട്ട് ഈ ഒരു സ്റ്റാച്ചു അല്ല പിങ്ക് കളർ ലേഡി ആയിട്ട് മാറി, ഗലറ്റിയ ലേഡി ആയിട്ട് മാറി. അങ്ങനെ അവര് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാനൊക്കെ തുടങ്ങി. അതാണ് ഈ ഒരു പിഗ്മാലിയൻ എന്നുള്ള സ്റ്റോറി പറയുന്നത്. അതിന്റെ ഒരു സ്ലൈറ്റ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ആര്, ജോർജ് ബെർണാഡ് ഷോ പിഗ്മാലിയൻ എന്നുള്ള പേരിൽ ഒരു വർക്ക് എഴുതിയത്. സോ ഇൻ ഒറിജിനൽ സ്റ്റോറി മെറ്റാമോർഫോസിസ് ആണ് ഒറിജിനൽ സ്റ്റോറി. എഴുതിയിരിക്കുന്നത് ഓവിഡ് ആണ്. ഓവിഡിന്റെ മെറ്റാമോർഫോസിസിലെ ക്യാരക്ടറുടെ പേരാണ് ഇത് പിഗ്മാലിയൻ. ബെർണാഡ് ഷോയുടെ ടൈറ്റിൽ തന്നെ എന്താണ്, പിഗ്മാലിയൻ എന്നുള്ളതാണ്. ക്ലിയർ? സോ ഹി വാസ് ഇൻ ലവ് വിത്ത് ദ സ്റ്റാച്ചു ഹി ക്രിയേറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ലാസ്റ്റ് ഡച്ചസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള വർക്ക് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡ്രമാറ്റിക് മോണോലോഗ്, എലിജി, അക്രോസ്റ്റിക് ആൻഡ് ബാലഡ്. ഇതിൽ ഏതാണ് മൈ ലാസ്റ്റ് ഡച്ചസ്? ഇത് റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബർട്ട് ബ്രൗണിങ് എന്നുള്ള പേര് മനസ്സിൽ വരുമ്പോൾ ആദ്യം വരേണ്ടത് എന്താണ്, ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. ബിക്കോസ് ഹീസ് കൺസിഡർഡ് ആസ് എ ഫൗണ്ടർ ഓഫ് ഓർ ദ ഫാദർ ഓഫ് ഡ്രമാറ്റിക് മോണോലോഗ് ഇൻ ഇംഗ്ലീഷ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്നുള്ള ഒരു സംഭവം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവന്നതേ ആരാണ്, റോബർട്ട് ബ്രൗണിങ് ആണ്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിന്റെ ഹസ്ബൻഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളൊരു വർക്ക് ഉണ്ടല്ലോ. ഈ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളൊരു വർക്ക് എന്ന് പറയുമ്പോൾ ഇതിനെ ശരിക്കും പറയുന്നത് പെംബ്രോക്കിലെ ഒരു ഡ്യൂക്കിനെ പറ്റിയിട്ടാണ്. ഡ്യൂക്ക് എന്ന് വെച്ചാൽ കിങ്ങിനെ തൊട്ട് താഴെയുള്ള ഒരു പ്രഭു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് പറയുന്നത്. അദ്ദേഹം ഈ നമ്മുടെ റൈറ്റർ, അതായത് ഈ ഡ്രമാറ്റിക് മോണോലോഗിന്റെ പ്രത്യേകത, ഒരു ഇപ്പൊ ഞാനൊരു ഡ്രമാറ്റിക് മോണോലോഗ് എഴുതാണ്, ഞാനിപ്പോ യുലൈസസ് എന്നുള്ള ഡ്രമാറ്റിക് മോണോലോഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാനാണ് ഈ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളൊരു ഫോമിലെ നറേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ക്യാരക്ടർ, ഏത് ക്യാരക്ടറിനാണ്, ഇപ്പൊ യുലൈസസ് എന്നുള്ളതിൽ യുലൈസസ് ആണ് ക്യാരക്ടർ, അല്ലെങ്കിൽ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളതിൽ ഡ്യൂക്ക് ഓഫ് പെംബ്രോക്ക് ആണ് ക്യാരക്ടർ. അപ്പൊ ഞാൻ ആ പേഴ്സൺ ആവുകയാണ്. ഞാൻ ആ പേഴ്സൺ ആയിട്ട് ഞാൻ അഡ്രസ് ചെയ്യണം മറ്റൊരാളെ. പക്ഷെ അവിടെ മറ്റൊരാളെ അഡ്രസ്സിനെ അല്ലെങ്കിൽ മറ്റൊരാളെ പ്രസൻസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയൊന്നും ചെയ്യില്ല. ഞാൻ ഈ പറയുന്ന ഡയലോഗ്സിലെ കൂടെയാണ് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് മനസ്സിലാവും, ഓക്കെ ഇദ്ദേഹം ഒരു വേറൊരു വ്യക്തിനെ അഡ്രസ് ചെയ്തിട്ടാണ് സംസാരിക്കുക എന്നുള്ളത് മനസ്സിലാവുക. ക്ലിയർ അല്ലേ? മാത്രമല്ല അവിടെ മറ്റൊരാളുടെ സംസാരവും കാര്യം, ഇറ്റ്സ് എ ഫോം, ആക്ച്വലി ഒരു പോയറ്റിക് ഫോം ആണ്. എന്നാൽ തന്നെ മറ്റൊരാളുടെ പ്രസൻസ് ജസ്റ്റ് നമ്മുടെ വേർഡ്സിലേക്ക് കൂടെ മനസ്സിലാവാന്നല്ലാതെ മറ്റൊരാൾ സംസാരിക്കുന്ന രീതിയിൽ ഒരു ഡയലോഗിക് ഫോമിൽ ഇത് ഉണ്ടാവില്ല. ഒരാളുടെ സംസാരമായിരിക്കും അത് കാണിക്കുന്നുണ്ടാവുക, മറ്റേ ആൾ അവിടുന്ന് ആക്ഷൻസിലെ കൂടി മറ്റേ രീതിയിലോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതിന്റെ ലൈൻസിൽ തന്നെ പറയാറാണ് പൊതുവെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിൽ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളത് ഈ ഒരു ഡ്യൂക്ക് അദ്ദേഹത്തിന്റെ മരിച്ചുപോയ വൈഫിനെ കാണിച്ചുകൊണ്ട്, ആ വൈഫിന്റെ ഒരു പോർട്രേറ്റ് കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അദ്ദേഹത്തിന്, അതായത് അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചു, പുതിയൊരു ആലോചന അദ്ദേഹത്തിന് വരികയാണ്, ഒരു കല്യാണാലോചന വരികയാണ്. ആ കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്ന ആള് ആ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ കല്യാണ പെണ്ണിന്റെ നാട്ടിൽ വന്ന ഒരാളുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ വൈഫിന്റെ ഒരു പോർട്രേറ്റ്, ഒരു പിക്ചർ കാണിച്ചിട്ട് സംസാരിക്കുന്നതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം വൈഫിന്റെ കുറച്ച് കുറ്റങ്ങൾ പറയാണ്. അവൾ എല്ലാവരോടും ഒരേപോലെയായിരുന്നു, അവൾക്ക് ഞാൻ കൊടുക്കുന്നൊന്നും എന്തുണ്ടായിരുന്നില്ല, അതിൽ പ്രത്യേകിച്ച് ഒരു പുതുമയോ സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ എന്നെ നോക്കിയതും ഇവിടുത്തെ കുതിരക്കാരൻ നോക്കിയതും അല്ലെങ്കിൽ മറ്റൊരാളെ നോക്കിയതും സെയിം കണ്ണിലൂടെയായിരുന്നു. അവൾ എല്ലാവരോടും ചിരിക്കുമായിരുന്നു. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ഈഗോയാണ് ആ ഒരു ഫോമിലെ കൂടെ കാണിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഇതിലെ കൂടെ റിവീൽ ചെയ്യുന്നത്. ക്ലിയർ? ബ്രൗണിങ്ങിന്റെ അല്ല, ആ ഒരു പേഴ്സന്റെ, അതായത് ഇതിലെ ഈ ഫോമിലെ സ്പീക്കറിന്റെ റിയൽ ക്യാരക്ടേഴ്സിന് നമുക്ക് ആ ഒരു ഫോമിലൂടെ മനസ്സിലാവും. അവസാനം അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഐ ഗീവ് എ കമാൻഡ് ആൻഡ് ഓൾ സ്മൈൽ സ്റ്റോപ്ഡ്. ഞാനൊരു കമാൻഡ് കൊടുത്തു, അതോടുകൂടി എല്ലാ ചിരിയും നിന്നു വരും. വിച്ച് മീൻസ് എന്തായിരിക്കും, വൈഫിനെ കൊല്ലാനുള്ളൊരു ഇത് കൊടുത്തു എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ യുലൈസസ് എന്നുള്ള ടെന്നീസിന്റെ വർക്ക് എടുക്കുകയാണെങ്കിൽ യുലൈസസ് എന്നുള്ളൊരു ക്യാരക്ടർ, യുലൈസസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ യുലൈസസ് ഇങ്ങനെ പറയുകയാണ്, അദ്ദേഹം 20 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു, എന്റെ ഭാര്യയ്ക്കൊക്കെ വയസ്സായി, ഞാൻ ട്രോജൻ വാറിലൊക്കെ പങ്കെടുത്ത ആളാണ്, ഞാനിപ്പോ എന്ത് ചെയ്യാണ്, ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ വെറുതെ
നരകുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു രീതിയിലൊക്കെയാണ് ഇവർ സംസാരിക്കുക. ഈ ഒരു ഡ്രാമാറ്റിക് മോണോലോഗിന്റെ എൻഡിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അവർ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരു കൃത്യമായ ധാരണ കിട്ടും. ഓക്കെ, സോ മൈ ലാസ്റ്റ് ഡിസ്കസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്രാമാറ്റിക് മോണോലോഗ്. റോബർട്ട് ബ്രൗണിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് ഡ്രാമാറ്റിക് മോണോലോഗ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെറ്റിൽഡ ഇൻ ഡയമണ്ട് നെക്ലേസ് ഡിഡ് നോട്ട് ഹോപ്പ് ടു marry a rich person because she was uneducated, belongs to a family of clerks, she was not pretty, she was clever. എന്തായിരുന്നു? മെറ്റിൽഡ ഡയമണ്ട് നെക്ലേസ് എന്നുള്ളൊരു സ്റ്റോറിയില് മെറ്റിൽഡ ഒരു റിച്ച് പേഴ്സണെ മാരി ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു റീസൺ? ഈസ് ഇറ്റ് ബിക്കോസ് ഷി വാസ് അൺഎഡ്യൂക്കേറ്റഡ്, അല്ലെങ്കിൽ അവൾ ഒരു ഫാമിലി ഓഫ് ക്ലർക്സിൽ ബിലോങ് ചെയ്താണ്, അല്ലെങ്കിൽ ഷി വാസ് നോട്ട് പ്രിറ്റി ഓർ ഷി വാസ് നോട്ട് ക്ലെവർ? ഷി വാസ് ക്ലെവർ. എന്തായിരുന്നു ആൻസർ? ഡയമണ്ട് നെക്ലേസ് എന്നുള്ളത് സെയിം അഡാപ്റ്റേഷൻ ഒന്ന് മലയാളത്തിൽ വന്നിട്ടുണ്ടല്ലേ, ഡയമണ്ട് നെക്ലേസ് എന്നുള്ളൊരു സ്റ്റോറി. ഡയമണ്ട് നെക്ലേസ് എന്നുള്ളൊരു സ്റ്റോറി അത് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് നെക്ലേസ് എന്നുള്ള പേരിലാണ്. ഓക്കെ, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ദ നെക്ലേസ് എന്നാണ്. ഡയമണ്ട് നെക്ലേസ് എന്നുള്ളതിനേക്കാളും ആ ഒരു പുസ്തകം അറിയപ്പെടുന്നതായ ദ നെക്ലേസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഗൈഡി മോപ്പസെന്റിന്റെ വർക്കായിരുന്നു. 1884 പബ്ലിഷ് ചെയ്തൊരു വർക്കായിരുന്നു ദ നെക്ലേസ് ഓർ ദ ഡയമണ്ട് നെക്ലേസ് എന്നുള്ളത്. ഇതിൽ പറയുന്നത് ഒരു മെറ്റിൽഡ എന്നുള്ളൊരു ഗേളിന്റെ സ്റ്റോറിയാണ്. അവള് ഷീ ഡിഡ് നോട്ട് ലൈക്ക് ടു മാരി എ റിച്ച് പേഴ്സൺ ബിക്കോസ് ഷീ ബിലോങ്സ് ടു എ ഫാമിലി ഓഫ് ക്ലർക്സ്. അവളൊരു സാധാരണ ഫാമിലി, ഒരു ക്ലർക്സിന്റെ ഫാമിലിയിൽ ബിലോങ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അങ്ങനെ അവളെ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് അവള് കുറച്ചും കൂടി, പക്ഷെ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫംഗ്ഷൻ വരികയാണ്. ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് അവളുടെ ഹസ്ബൻഡ് അവൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുകയാണ്. അവളുടെ ഹസ്ബൻഡ് എന്താണ്, ഒരു നോർമലി ഓർഡിനറി മാനാണ്. അപ്പൊ അദ്ദേഹത്തിന് മണിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും അദ്ദേഹം ഉള്ളത് വെച്ചിട്ട് അവർക്ക് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുകയാണ്. ആ ഡ്രസ്സ് കൊണ്ട് അദ്ദേഹം സേവ് ചെയ്ത് വെച്ച പണം കൊണ്ട് അദ്ദേഹം ഒരു നല്ലൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഷി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഷീ നീഡ് സംതിങ് എൽസ്. അവൾ പറയാണ്, എനിക്കൊരു നല്ലൊരു ഡയമണ്ടോ അല്ലെങ്കിൽ എന്താണ്, എനിക്കൊരു നല്ല ഓർണമെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഇവർ പോവാണ്. അവിടെ പോയിട്ട് ആ ഫാമിലി ഫ്രണ്ടിന്റെ ഷെൽഫ് നിറയെ എന്താണ് ഓർണമെന്റ്സ് ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ കാണിക്കാണ്, ഇതിൽ ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഇവൾ എന്നിട്ട് ഒരു ഡയമണ്ട് നെക്ലേസ് ചൂസ് ചെയ്യാണ്. അങ്ങനെ അവൾ ആ ഡയമണ്ട് നെക്ലേസ് ചൂസ് ചെയ്ത് ഇവർക്ക് അവളെ മെറ്റിൽഡ അത് ഇട്ടിട്ട് അവള് ഒരു ബോൾ ഉണ്ടായിരുന്നു. ബോൾ എന്ന് പറഞ്ഞാൽ അവര് ഇംഗ്ലീഷിന്റെ ഡാൻസ് കണ്ടിട്ടില്ലേ, അവര് കപ്പിൾ ഡാൻസ് പോലെ ചെറിയ രീതിയിൽ, അതിനാണ് ബോൾ എന്ന് പറയും. അങ്ങനെ അവള് ബോളിന് പോയി തിരിച്ചു വന്ന് നോക്കിയ സമയത്ത് അവർക്ക് നെക്ലേസ് കാണാൻ പറ്റില്ല. നെക്ലേസ് കാണുന്നില്ല, ഇറ്റ്സ് മിസ്സിങ്. അങ്ങനെ മിസ് ചെയ്ത് നെക്ലേസ് ആണ്, അതും കടം വാങ്ങിച്ചതല്ലേ. അപ്പൊ പിന്നെ ഇവർക്ക് പേടിയായി. ഇവിടെ ഹസ്ബൻഡും വൈഫും കൂടിയിട്ട് പിന്നെ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് ഒരുപാട്, ഡയമണ്ട് നെക്ലേസ് എന്ന് പറയുമ്പോൾ അറിയാം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അവരൊരുപാട് സ്ഥലത്ത് കടം മേടിച്ച് അവസാനം ഇവർ എന്ത് ചെയ്യാണ്, ഈ ഒരു 10 വർഷക്കാലം എടുത്തു. അതായത് ഇവര് വേഗം കടം മേടിച്ച് ഈ ഒരു ഇതെന്ത് ചെയ്തു, തിരിച്ച് കൊടുത്തു. അവര് അതിന്റെ ഒരു ഡ്യൂപ്പ് ഉണ്ടാക്കി, അതേ സാധനം തന്നെ അതിന്റെ ഒരു ഡ്യൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് തന്നെയാണ്, അതേ മോഡലിൽ മറ്റൊരെണ്ണം മേടിച്ചിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ ഈ കൊടുത്ത ആളത് അറിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഇവര് ഭയങ്കര കടബാധിതയായി. ഇവരുടെ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ അവര് വിറ്റ്, അവരുടെ എല്ലാ പൊസിഷൻസും വിറ്റിട്ട് അവരെന്ത് ചെയ്തു, ഒരു ചെറിയൊരു ലൈഫിലേക്ക് മാറി. അവിടെ നിന്ന് അവർ ഏകദേശം ഒരു 10 വർഷക്കാലം എടുത്ത് അവരൊന്ന് ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആ 10 വർഷക്കാലത്തിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് ഇവര് നെക്ലേസ് ബോറോ ചെയ്ത പേഴ്സൺ അല്ലേ, ആ പേഴ്സണെ കാണാണ്. അപ്പൊ കണ്ട സമയത്ത് മെറ്റിൽഡ ജസ്റ്റ് അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അവളിങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കും അറിയില്ലായിരുന്നു ഈ ഒരു കേസ്. അപ്പൊ അവളിങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങളെ മാല ഒന്ന് മേടിച്ച സമയത്ത് ഞാൻ എന്റെ ഇത് മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ 10 വർഷം ഞങ്ങൾ പട്ടിണി കിടന്നു. ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ അവസാനം ആ ഒരു കടം വീട്ടിൽ എന്ന് പറയുമ്പോഴാണ് ഈ ലേഡി പറയുന്നത്, ദാറ്റ് വാസ് എ ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഡയമണ്ട് നെക്ലേസ് ആയിരുന്നില്ല, ജസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് ആയിരുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസിന് പകരം ഇവരെന്ത് ചെയ്തു, നല്ല അധ്വാനിച്ചെന്നുള്ളതിനേക്കാളും പണം എടുത്ത് കുറെ കഷ്ടപ്പെട്ടിട്ട് ഒരു ഡയമണ്ട് നെക്ലേസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്ത ഒരു കഥയാണ് ഈ ഒരു ഡയമണ്ട് നെക്ലേസ് എന്നുള്ള ഗൈഡി മോപ്പസെന്റിന്റെ വർക്ക് പറയുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1884 എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ,